ഗുണമുണ്ടെന്ന് വിചാരിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാതെ ഒരു കുട്ടി എങ്ങനെ ജീവിക്കുമോ അതുപോലെ ജീവിച്ചു കളയാം. കുട്ടിക്ക് ഇതൊന്നുമില്ല. ഗീതയിൽ പിന്നെയും പറയുന്നുണ്ട്, ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ബുദ്ധിയുക്ത, ബുദ്ധിയുക്തമായിരിക്കണം. എന്താ അതിൽ? നമ്മുടെ സാധാരണ പരിഗണന വിട്ട് ഉഭയാതീതമായിരിക്കുന്ന ഒരു ആത്മതലത്തിലെത്തി അവിടെ ഉറപ്പിച്ചു നിൽക്കുന്നതായ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാൽ യോഗയുക്തത സമ്പാദിച്ച് ആ ആള് ഉഭേ സുഹൃത ദുഷ്കൃതേ ഇഹ ജഹാതി. സുഹൃതം ദുഷ്കൃതം എന്നുള്ള സങ്കല്പങ്ങളോ സുഹൃതത്തിനോടുള്ള അപേക്ഷയോ ദുഷ്കൃതത്തിനോടുള്ള പേടിയോ രണ്ടിനെയും അങ്ങോട്ട് ഉപേക്ഷിക്കണു അത്രേ. അങ്ങനെ രണ്ടിനെയും ഉപേക്ഷിച്ച് ബുദ്ധിയുക്തനായി തസ്മാത് യോഗായ യുജ്യസ്വ. അർജുന, ഇങ്ങനെയുള്ള ഒരു യോഗമാണ് നിനക്ക് ആവശ്യം. ആ യോഗബുദ്ധി അവലംബിച്ച് യുദ്ധം ചെയ്യൂ. യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. പ്രവൃത്തിയെടുക്കാനുള്ള ഒരു കൗശലമാണ് ഈ യോഗം. യോഗം എന്ന് പറയുന്നത് മനസ്സിനും ബുദ്ധിക്കുമുള്ളതാണ്, ദേഹതലത്തിൽ ഒന്നുമില്ലാതെ. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. 2 ശ്ലോകമാണ് ഞാനിതിൽ എടുത്തു കൂട്ടത്തിൽ ഉദാഹരണമായിട്ട് പറയുന്നത്, സമാന ശ്ലോകങ്ങൾ. സുഖദുഃഖേ സമേ കൃത്വ, സുഖത്തെയും ദുഃഖത്തെയും മനസ്സിൽ സമമാക്കി കാണും. സുഖം പോയാൽ ദുഃഖം, ദുഃഖം പോയാൽ സുഖം. അപ്പൊ സുഖം ആനയിക്കുന്നത് ദുഃഖം, സുഖം ആനയിക്കുന്നത് ദുഃഖം, ദുഃഖം വരുത്തുന്നത് സുഖം. സുഖം ദുഃഖത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക താല്പര്യം വേണോ? വേണ്ട. ഇനി ദുഃഖം സുഖം ആനയിക്കുന്നതാണെങ്കിലോ അതിനോടും വെറുപ്പ് വേണ്ട. അപ്പൊ മനസ്സ് വെറുപ്പ് രാഗം ഇത് രണ്ടും അങ്ങോട്ട് വിട്ടു. അത് രണ്ടുമില്ലാതെ ലാഭാലാഭവും ജയാജയവും, ലാഭവും വേണ്ട അലാഭവും വേണ്ട, ജയവും വേണ്ട പരാജയവും വേണ്ട. അത് കൂടാതെ ഒരു വഴിയുണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ, പ്രവാഹപതിതം കർമ്മ. അതുകൊണ്ട് അങ്ങനെ ആക്കി തീർത്ത് തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അർജുന ഒരു വിധത്തിലുള്ള പാപവും നമുക്ക് വരില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ശ്ലോകവും കൂടി പറയുകയാണ് ഇവിടെ. ശബ്ദബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാത് പരേയതി ശ്രമസ്തസ്യ ശ്രമഫലഃ ഹ്യധേനുമിവ രക്ഷത. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം അത് ഭാഗവതത്തിൽ. ശബ്ദബ്രഹ്മണി നിഷ്ണാതോ. നമ്മുടെ നാട്ടിൽ വേദത്തിന് വലിയ സ്വാധീനമാണ്. എന്താ സ്വാധീനം? ഉദാത്താനുദാത്തങ്ങളോടുകൂടി വേദങ്ങളൊക്കെ 10 കൊല്ലം 12 കൊല്ലം പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് ആവർത്തിച്ച് ചൊല്ലി നമ്മുടെ മസ്തിഷ്കത്തിൽ എന്നേക്കുമുള്ള ഒരു സ്ഥാനം ഈ വേദങ്ങൾക്ക് അങ്ങോട്ട് നൽകണം. അതവിടെ കിടത്തി അങ്ങോട്ട് വിട്ടാൽ കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്ത പോലെയാ, പിന്നെ ഇങ്ങോട്ട് വരില്ല. എല്ലാ അറിവും അങ്ങനെയാണല്ലോ. ആ വേദത്തിൽ കർമ്മകാണ്ഡത്തിന് വലിയ സ്വാധീനമാണ്. അതിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഈ വേദങ്ങളൊക്കെ നല്ല പോലെ പഠിച്ചു അസലായിട്ട് ചൊല്ലാൻ പറ്റും. ശബ്ദബ്രഹ്മണി നിഷ്ണാതോ. വേദത്തെ ശബ്ദബ്രഹ്മം എന്നാണ് പറയുക. ആ ശബ്ദബ്രഹ്മം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, അസലായിട്ട് വശാക്കി. ന നിഷ്ണായാത് പരേയതി. അസലായിട്ട് വേദം പഠിച്ചിട്ടുണ്ട്, നല്ലപോലെ ചൊല്ലും. ഇവിടെ ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വേദം ചൊല്ലുന്നത് ഓത്തുകൊട്ട് എന്നൊക്കെ പറയും. അതൊക്കെ വളരെ പ്രധാനമായിട്ട് നടക്കുന്നത് ഒരു തപസ്. ആ തേവർക്ക് ഈ ഓത്തുകൊട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണത്രേ. അതുകൊണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണല്ലോ പഠിച്ചു വരിക. അങ്ങനെ ശബ്ദബ്രഹ്മം വേദം അതിൽ കുശലനായി സമർത്ഥനായി കരകണ്ടവനായി എന്നിരിക്കട്ടെ. ന നിഷ്ണായാത് പരേയതി. ആ വേദങ്ങൾ പറയുന്ന സത്യമുണ്ടല്ലോ. എന്താ സത്യം? ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. വാസ്തവത്തിൽ ഇവിടെ സത്ത് ഒന്നേ ഉള്ളൂ. അറിവുള്ളവർ അതിനെ പല പ്രകാരത്തിൽ പറയുന്നു. ഈ വേദത്തിൽ ഒട്ടാകെയുള്ള പറച്ചിൽ എന്താ? ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവന് മാത്രമേ മനുഷ്യജീവിതത്തിൽ പരമലാഭം ഉണ്ടാവുന്നുള്ളൂ. അപ്പം മനുഷ്യനായി പിറന്നാൽ പരമലാഭത്തിന് വേണ്ടി എവിടെ നോക്കണം? ബ്രഹ്മത്തെ അറിയണം. അത് ശ്രദ്ധിക്കണില്ല. അതിൽ പറഞ്ഞിട്ടുള്ള ചില കർമ്മങ്ങളോ ചില ഉപാസനകളോ അല്ലെങ്കിൽ വേദം അധ്യയനം തന്നെയോ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ശബ്ദബ്രഹ്മണി നിഷ്ണാതഃ ന നിഷ്ണായാത് പരേയതി. ആ പരമമായിരിക്കുന്ന തത്വത്തിൽ മനസ്സ് ലയിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രമസ്തസ്യ ശ്രമഫലഃ. ആ മനുഷ്യൻ പാടുപെട്ട് പഠിച്ചതും ചെയ്തതുമൊക്കെ ആ പരിശ്രമം മാത്രമാണതിന് ഫലം. ആ പരിശ്രമത്തിൽ നിന്ന് ഒരു പരിണാമമുണ്ടായിട്ടുള്ള ഫലം ഉണ്ടാവുന്നില്ല. ഹ്യധേനുമിവ രക്ഷതഃ. പാല് കറക്കാത്തൊരു പശുവിനെ എത്ര തീറ്റ കിടത്ത് നോക്കിയാലും അതിന് ചാണവും മൂത്രവും കൂടുന്നതല്ലാതെ ഒരു തുള്ളി പാല് കിട്ടില്ല. അതുപോലെയാണ് ഈ വേദ പഠിപ്പ് പോലും എന്ന് പറയുന്നു കൃഷ്ണൻ.
ശബ്ദബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാത് പരേ യതി ശ്രമസ്തസ്യ ശ്രമഫലഃ ഹ്യധേനുമിവ രക്ഷതഃ. ഇതെന്തിനാ ഇവിടെ പറയണത്? ഈ അധ്യാത്മ സമ്പന്നത കൈവരിക്കുന്നതാണ് നമ്മുടെ വേദജീവിതത്തിൻ്റെയോ വൈദിക ജീവിതത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ ഒക്കെ ഉദ്ദേശം. അത് കൈവരിക്കാൻ എന്തു വേണം? മനസ്സിലും ബുദ്ധിയിലുമാണ് അതിൻ്റെ പ്രയത്നം നടക്കേണ്ടത്. സമ്പന്നത വരേണ്ടത് അവിടെയാണ്. ആ സമ്പന്നതയുടെ സ്വരൂപം എന്താ? നാനാത്വഭ്രമം കംപ്ലീറ്റായിട്ട് മനസ്സിൽ നിന്ന് പോകണം. ഉഭയാതീതമായിരിക്കുന്ന ഒരു ദർശനവും ഒരു നേട്ടവും വേണം. അതുകൊണ്ട് സുഖദുഃഖങ്ങളെ രണ്ടിനെയും ഒരുപോലെ താണ്ടിക്കിടക്കണം. ദ്വന്ദ്വങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ, ലാഭാലാഭം ജയാജയം എന്ന് പറയുന്നത്, ശത്രു മിത്രം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ, എല്ലാറ്റിനും മീതെ പോകണം. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു നില കൈവരിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം, നമുക്ക് ആവശ്യം, നമുക്ക് ആവശ്യം. ആ ആവശ്യം പരിഗണിക്കാതെ അതിൽ അശ്രദ്ധ കാണിക്കുകയെ മറ്റു പ്രകാരത്തിൽ ഉദാസീനനാവുകയോ ചെയ്താൽ എന്ത് നേട്ടമുണ്ടായിട്ടും കാര്യമില്ല. ശ്രീമദ് ഭാഗവതത്തെ ഒരു മഹാപുരാണമായാണ് പൊതുവെ പരിഗണിച്ചു വരാറുള്ളത് എന്ന് ഞാൻ പലതവണ നമ്മുടെ പ്രേക്ഷകരെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്. അതൊരു മഹാപുരാണ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ്, നിഷേധിച്ചുകൂടാ. പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു വലിയ ശാസ്ത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തെയും വേണ്ടതുപോലെ പരിശോധിച്ച് അതിനെ വിലയിരുത്തിക്കൊണ്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാറ്റിനെയും വിലയിരുത്തി കഴിഞ്ഞാൽ ആകെ മൊത്തം അന്തിമമായ ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും ഉണ്ടാവണമല്ലോ. അത് നൽകിക്കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രതിപാദനങ്ങൾ എല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ ഞാനിത് പറയുന്നത്? ശ്രീകൃഷ്ണൻ ഏകാദശ സ്കന്ധത്തിൽ, മുക്തിസ്കന്ധത്തിൽ ഉദ്ധവന് നൽകുന്ന അന്തിമോപദേശമാണ് നമ്മുടെ മുൻപിലുള്ള രംഗം. അതിൽ കൃഷ്ണൻ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ച് പരാമർശിച്ച് വിലയിരുത്തി ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനമാണ് ശബ്ദബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാത് പരേ യതി ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷതഃ. വേദാധ്യയനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ അതിനുള്ള പ്രാധാന്യം, അതിനുള്ള ദിവ്യത്വം, അതിൻ്റെ അനുഗ്രഹശക്തി ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. 10 കൊല്ലമാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു വേദം അഭ്യസിക്കണമെങ്കിൽ. ഇന്നും അതേമാതിരി വേദം അഭ്യസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ ബ്രഹ്മസ്വ മഠം, അതിൽ വടക്കേ മഠത്തിലാണ് ഋഗ്വേദം വേണ്ടതുപോലെ പരിശീലിപ്പിച്ചു കൊണ്ടു കൊടുക്കുന്നത് കുട്ടികൾക്ക്. കുറേ കുട്ടികൾ അവിടെ ഋഗ്വേദം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഈ ഋഗ്വേദത്തിൻ്റെ മന്ത്രങ്ങളോ സൂക്തങ്ങളോ എല്ലാം അർത്ഥമറിയോ ചോദിച്ചാൽ അത് വേറെ വകുപ്പാണ്. അർത്ഥം എന്ന് പറയുമ്പോൾ ഭാഷ പഠിക്കണം, വ്യാകരണം പഠിക്കണം, ഓരോരോ സൂക്തങ്ങളുടെയും പദാനുപദം അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഉദ്ദേശം ലക്ഷ്യമൊക്കെ അറിയണം. അതല്ല അവർ വേദപഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാത്ത അനുദാത്തങ്ങളോടുകൂടി വേദസൂക്തങ്ങളെല്ലാം വേണ്ടതുപോലെ ചൊല്ലിച്ച് മുഖസ്ഥമായി എന്ന് പറഞ്ഞാൽ കാണാതെ തലയുടെ ഉള്ളിൽ നിന്ന് നാവിൻ്റെ തുമ്പത്തു കൂടി പുറത്തു വരണം. അതാണ് അഭ്യാസത്തിൻ്റെ ഉദ്ദേശം. അതിൽ എത്ര കുട്ടികളാ? കൊല്ലങ്ങൾ മുഴുവൻ 10, 15, 20 കൊല്ലമൊക്കെയാണ് അതിന് ചെലവ് ചെയ്യുന്നത്. ഈ വേദങ്ങളെല്ലാം നമ്മുടെ ദേവസന്നിധികളിൽ ഋഗ്വേദ സൂക്തം, ആ ഋഗ്വേദം ചൊല്ലുക. 4 വേദം ചൊല്ലുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഋഗ്വേദം കൊണ്ട് വേദലക്ഷാർച്ചന എന്നൊക്കെ പലതും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് എന്തിന്? വേദങ്ങൾക്കുള്ളത്. പക്ഷേ വേദം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താ? അറിവ്, അറിവിൻ്റെ സോഴ്സ്, ഉറവിടം എന്നാണ്. അപ്പോൾ വേദത്തിന് നാം വെറും ഒരു അനുഷ്ഠാനമായോ ഒരു കർമ്മ പദ്ധതിയായോ വിധിനിഷേധങ്ങൾ നൽകുന്നതായി കാണണമോ? അതോ വേദങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വിജ്ഞാപക ശാസ്ത്രമായി കാണണമോ എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വേദങ്ങൾ കാരകമാണോ അതോ ജ്ഞാപകമാണോ എന്നതാണ് ചോദ്യം. കാരകം എന്ന് പറഞ്ഞാൽ എന്താ? പല വിധത്തിലുള്ള വിധികളും നിഷേധങ്ങളും. വിധി എന്ന് പറഞ്ഞാൽ ഇൻജങ്ഷൻ, നിഷേധം എന്ന് പറഞ്ഞാലോ പ്രോഹിബിഷൻ. ഇങ്ങനെ ഇൻജങ്ഷനും പ്രോഹിബിഷനും നൽകി നമ്മളോട് അത് ചെയ്യൂ ഇത് ചെയ്യരുത് എന്ന് അനുശാസിക്കുന്നതാണോ വേദം? അല്ല. അങ്ങനെ വേദം അനുശാസിക്കുന്നതാണെങ്കിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും വേദങ്ങൾ പിന്തുടരുന്നവരല്ല. അപ്പം ഇങ്ങനെ വിധിയും നിഷേധവും നൽകിയിട്ട് എന്താ കാര്യം? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലുള്ള പ്രൊവിഷനൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരിപാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണഘടന കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല, നിരർത്ഥകമല്ലേ? അതെ, അതുപോലെ ആയിത്തീരില്ലേ വേദം? അപ്പോൾ വേദം കാരകമല്ല, ജ്ഞാപകമാണ്. എന്താ ഈ ജ്ഞാപകം എന്നുള്ള വാക്കിനർത്ഥം?
മനുഷ്യൻ അറിയേണ്ട സംഗതിയെ ഉദ്ബോധിപ്പിക്കുന്നത് വിജ്ഞാപകമാണ്. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നു. അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് അനുസരിച്ചോളൂ. നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ സംഗതികൾക്ക് വില കുറവോ നിരാകരണമോ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ വേദങ്ങൾ അതിൻ്റെ പവിത്രതയിലും അതിൻ്റെ ആ ദിവ്യത്വത്തിലും തുടർന്ന് അങ്ങനെ പോകും. ആ വേദങ്ങളെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നതാണ് ശബ്ദബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാത് പരേയതി. ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചു, അഭ്യസിച്ചു, ഒരു പക്ഷേ അതിൽ പറയുന്ന കർമ്മങ്ങളും ചെയ്തു എന്നിരിക്കട്ടെ. ന നിഷ്ണായാത് പരേയതി. വേദങ്ങൾ പരമാവധി നമ്മെ അറിയിപ്പിക്കുന്നത് എന്താ? ബ്രഹ്മവിത് ആപ്നോതി പരം. പരബ്രഹ്മത്തെ അറിയുന്നവന് മാത്രമേ മനുഷ്യ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സാഫല്യം ഉണ്ടാകൂ. ജീവിതം സഫലമാകണം, സൗഭാഗ്യമണിയണം എന്നുണ്ടെങ്കിൽ പരബ്രഹ്മത്തെ അറിയണം. എന്താണ് ഈ പരബ്രഹ്മം? പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്. ആ പഞ്ചഭൂതങ്ങളിൽ അതിസൂക്ഷ്മമാണ് ആകാശം. അതിനെ കാണാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ആ സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് തുടങ്ങി, ഖരവസ്തുവിൽ നിന്ന് തുടങ്ങി, ദ്രവരൂപത്തിൽ മുന്നേറി, വാദരൂപത്തിൽ കുറെ കൂടി മേപ്പെട്ടു പോയി, അവസാനം ഊർജങ്ങളായി ഈ 3 എണ്ണത്തിലും വ്യാപിച്ചു കൊണ്ടിരുന്നു. അവസാനം ഈ 4 എണ്ണത്തിലും, ഏതാ 4 എണ്ണം? ഖരമായിരിക്കുന്ന ഭൂമി, ദ്രവമായ ജലം, വാതമായിരിക്കുന്ന കാറ്റ്, പിന്നെ അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്. ഈ 4 എണ്ണത്തിനും ഒരു ഗ്രൗണ്ട്, ഒരാധാരമായിരിക്കുന്ന ആകാശം. ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പരബ്രഹ്മം അതാണോ? അല്ല. പരബ്രഹ്മത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള പരിണാമം ആയി ഉണ്ടായതാണ് ഈ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ആകാശത്തേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചിതാകാശ സ്വരൂപമാണ് അതിന്. ആ പരബ്രഹ്മത്തെ അറിയണമത്രേ. അതറിയണത് എങ്ങനെയാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പറ്റുമോ? പറ്റില്ല. കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ കാതുകൊണ്ടോ നാവുകൊണ്ടോ ത്വക്കുകൊണ്ടോ സമീപിക്കാൻ പറ്റില്ല. അപ്പം അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ഗ്രഹണം വേണം. അതീന്ദ്രിയ ഗ്രഹണത്തിന് നമ്മുടെ കയ്യിലുള്ള ഉപാധി എന്താ? മനസ്സ്, ബുദ്ധി. ഇത് രണ്ടുമാണ്. ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വേണം ഇതിനെ അറിയാൻ. അപ്പോൾ ഈ വേദാനുസരണം എന്ന് പറഞ്ഞാൽ വിധിനിഷേധങ്ങൾ അനുസരിക്കുന്നതാണോ, അതോ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് പരബ്രഹ്മ വിജ്ഞാനത്തിന് വേണ്ടി ഒരു അനുധാവനം കൊണ്ടു നടക്കുന്നതോ? ആലോചിച്ച് മറുപടി പറയും. അപ്പോൾ വേദാനുസരണത്തിൽ വാസ്തവത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും പ്രയോഗിക്കുകയാണ്. ആ പ്രയോഗമാണ് കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവന് പ്രായം വേണ്ടതായി, കൃഷ്ണൻ്റെ കൂടെ ആയിരുന്നു, കൃഷ്ണനെ ശുശ്രൂഷിച്ചാണ് ഇക്കണ്ട കാലം കഴിഞ്ഞുകൂടിയത്. ആ ഉദ്ധവന് ദ്വാരക നശിക്കാൻ പോകുന്നു, കൃഷ്ണനും ഇഹലോകത്തിൽ നിന്ന് മടങ്ങിപ്പോവാണ്. ഇത് രണ്ടും കേട്ട ഉടനെ ഉദ്ധവ ഇപ്പം തന്നെ പൊയ്ക്കളയൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പോകാൻ പറ്റാതെ വരുമ്പോൾ ആ മനസ്സിനെ കൊണ്ട് അത് സാധിപ്പിക്കണം. അതെങ്ങനെ സാധിപ്പിക്കണം? അതിനാണ് ഈ ജ്ഞാനം ഉപദേശിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ വേദാനുസാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് നടക്കേ അല്ല, കുറേ അധ്യയനം നടത്തേ അല്ല. ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എന്തിനാ? അറിയാൻ. അറിഞ്ഞിട്ടോ ആ അറിവ് വെറുതെ ബുദ്ധിയിൽ വയ്ക്കാനോ അതോ അത് പ്രയോഗിക്കാനും അനുസരിക്കാനും പിന്തുടരാൻ. അപ്പോൾ വേദത്തിൽ എന്താ അറിവാണ് നിങ്ങൾ പിന്തുടരുക? ബ്രഹ്മവിദ് ആപ്നോതി പരം, ഈ അറിവ്. അപ്പോൾ പരബ്രഹ്മത്തിനെ അറിയണം. ആ പരബ്രഹ്മത്തിനെ അറിയാതെ ശബ്ദബ്രഹ്മം മുഴുവനും പഠിച്ച് കലക്കി അങ്ങോട്ട് കുടിച്ചു എന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. കേൾക്കണുണ്ടോ നിങ്ങൾ? ശബ്ദബ്രഹ്മണി നിഷ്ണാതോ. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറയുന്ന 4 വേദങ്ങളാണ്. ഈ 4 വേദത്തിലുള്ള മന്ത്രങ്ങളെല്ലാം വേണ്ടതുപോലെ പഠിച്ച് ഹൃദിസ്ഥമാക്കി എന്നുണ്ടെങ്കിൽ പോലും, ഒന്നാം തരം ചതുർവേദി പട്ടം കിട്ടിയാൽ പോലും ന നിഷ്ണായാത് പരേയതി, പരമമായിരിക്കുന്ന ബ്രഹ്മത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ചൊരു കേവലജ്ഞാനനിഷ്ഠ കൊണ്ടു നടക്കാൻ സാധിച്ചില്ല എന്ന് വരികിൽ തസ്യ ശ്രമ, ആ ആള് വേദാധ്യയനത്തിന് വേണ്ടിയോ വേദാനുസരണത്തിന് വേണ്ടിയോ ചെയ്തിട്ടുള്ള ആ ശ്രമമുണ്ടല്ലോ, ശ്രമഫല. ഞാനേ 12, 15, 20, 30, 35 കൊല്ലായി എന്താ ചെയ്യണത്? വേദാധ്യയനം, വേദം ജപിക്കന്നെ, വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വേദകർമ്മങ്ങളും ചെയ്യും, അത്രേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും, എല്ലാവരും കൂടി വേദപണ്ഡിതനോ വേദാനുസാരിയോ എന്ന് പറഞ്ഞാലും കൊള്ളാം, പറയാതിരിക്കാം പല ആൾക്കാരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രയത്നം മാത്രം ഫലമായി അവശേഷിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശ്രമഫലം മാത്രം നൽകുന്നതാണെന്ന്. എന്ത് പരിശ്രമവും അതിനെ പിന്തുടർന്ന ഒരു പരിണാമമുണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വേണ്ടി നാം നടന്നു,
നടന്നാൽ ഓരോ അടി വയ്ക്കുമ്പോഴും ആ സ്ഥലത്തിൻ്റെ അടുത്ത് എത്തും. സ്ഥലം എത്തിക്കഴിയണം. ആ സ്ഥലം എത്തിക്കഴിയുന്നില്ല എന്ന് വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പം ശ്രമഫലം മാത്രമായി പര്യവസാനിക്കുന്നു. ഏതുപോലെ ഹ്യധേനുമിവ രക്ഷതഃ, പശുവിനെ രക്ഷിക്കുന്നു, പക്ഷേ അതിന് പാലില്ലാത്ത പയ്യനാണ് തിന്നാൻ കൊടുക്കുന്നത്. ഞാനത് ഒന്നും കൂടിയും പറഞ്ഞ് ആവർത്തിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ മുൻപ് പറഞ്ഞ വിഷയം ഒന്നും കൂടി പരാമർശനത്തിന് വിധേയമാവും. പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരൊറ്റ ഇരിപ്പിൽ റെക്കോർഡ് ചെയ്യുന്നതല്ല ഇത്. ഇപ്പോൾ ഇതിന് മുൻപ് പറഞ്ഞത് എവിടത്തോളം എങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു 15 ദിവസമോ 10 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ മുമ്പൊക്കെ ആവും റെക്കോർഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, ഇനി പറയാൻ പോണത് എന്തോ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനൊരു പൂർവ്വ പീഠിക എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും പെട്ടെന്നുള്ള തീരുമാനത്തിലെത്തരുത്. സ്വാമിജി ഇത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അതെ നിങ്ങൾ കേട്ടും കഴിഞ്ഞതാ, എന്തിനാ രണ്ടാമത് കേൾക്കാൻ? അപ്പം നിങ്ങൾക്ക് അനവധി തവണ ഇത് കേൾക്കേണ്ട കാര്യമാണ്, എന്നാലേ ഇത് മനനം നടക്കുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം ഒരിക്കൽ കൂടിയും ആ സമയത്ത് തോന്നുന്ന മാതിരി എനിക്ക് പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് ഭൂമാനന്ദ സ്വാമിജി എന്ന് മനസ്സിലാക്കിക്കോളൂ. വേറെ ഒരു വഴിയില്ല അതിന്. ഒരെഴുത്ത് വന്നിരിക്കുന്നു, സ്വാമിജി ശ്ലോകം പറയുന്നുണ്ട്. ഈ ശ്ലോകം എത്ര പറയണ്ട. ഇനി അങ്ങക്ക് ശ്ലോകം പറയാതെ അർത്ഥം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഡയറക്ടർ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ശ്ലോകമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കളയട്ടെ എന്ന് ഒരാളെ എഴുതിയിരിക്കുക. അങ്ങനെ ഒരു തത്വപ്രവചനം ഭൂമാനന്ദ സ്വാമിജിയിൽ നിന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. നമുക്കിതാ നിർത്തികളയാം. ഞാനിവിടെ ചൊല്ലുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതം ഒരു കാവ്യമാണ്. അതിൽ ആ കാവ്യരസമെങ്കിലും നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പറയുന്ന സന്ദേശം മുഴുവനും ഉൾക്കൊണ്ട് എല്ലാവരും ജീവൻ മുക്തന്മാരായി പരമഭക്തന്മാരായി ഭഗവാൻ ഹൃദയത്തിൽ അവരോധിച്ചു നിങ്ങളുടെ കൂടെ ഭഗവാൻ നടക്കണു എന്നുള്ളൊരു നില വരണം. ഇതാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. മാർച്ച് മാസം 22-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഈ ഒരു കൊല്ലം മുഴുവനും കേട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹൃദയത്തിൽ നിങ്ങൾ ഈശ്വരനെ പിടിച്ച് കെട്ടിയോ? ഒരു കൊല്ലം കേട്ടിട്ട് ഉണ്ടെന്ന് പറയോ ഇല്ല എന്ന് പറയോ? എനിക്കറിയാം, ഇല്ല എന്നേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് കെട്ടാൻ പറ്റാത്തത്? 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് കെട്ടിയല്ലോ. 300 ചില്ലാനം ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? അപ്പം ആരും വലിയ കേമത്തം നടിക്കണ്ട, കേട്ടോളൂ. അതന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ. അത് കേട്ട് മനനം ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. വേണമെങ്കിൽ CD മേടിച്ച് വെച്ച് പിന്നെയും കേട്ട് നോട്ട്സ് എഴുതി ആ ശ്ലോകങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചോളൂ. ഒരു വിരോധവും ഇല്ല. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കാവ്യമാണ്. ആ ശ്ലോകത്തിന് ദുഃഖം നീക്കാനുള്ള ഒരു രസമുണ്ടതിന്. അതിനാണ് ശോകം നീക്കുന്നത് കൊണ്ടാണ് ശ്ലോകം എന്നുള്ള പേര്. ഒരു പക്ഷേ ശ്രീമദ് ഭാഗവതം ഗദ്യരൂപത്തിലാണെങ്കിൽ ഭൂമാനന്ദ സ്വാമിജി അത് പറയാൻ പുറപ്പെട്ടിട്ടേ ഉണ്ടാവില്ല. എൻ്റെ സംസാരം മുഴുവനും കാവ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. കാവ്യമാണ് എനിക്കിഷ്ടം. അതിന് മാത്രമേ മനസ്സിനെ സന്തോഷിപ്പിക്കാനും രഞ്ജിപ്പിക്കാനുമുള്ള ശക്തിയുള്ളൂ, വേറെ ഒന്നിനുമില്ല. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകം പറയാതെ ഒരു തത്വപ്രവചനം നടത്തൂ എന്ന് പറഞ്ഞാൽ അത് ഭാഗവതമാവില്ല. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ സംസ്കൃതത്തിൽ കേട്ടുകഴിഞ്ഞാൽ വ്യാഖ്യാനം പോലും ഇല്ലാതെ ഗ്രഹിക്കേണ്ടതാണ്. പരീക്ഷത്തിന് ആരെങ്കിലും വ്യാഖ്യാനം നൽകിയോ? ഇല്ല. ശുഗമഹർഷി ഇങ്ങനെ പറഞ്ഞു പോയേ ഉള്ളൂ സംസ്കൃതത്തിൽ. അന്ന് അവരുടെ സംസാര ഭാഷയാണ് സംസ്കൃതം. ഇന്ന് മലയാളം എങ്ങനെയോ അതുപോലെ. ഇപ്പോൾ മലയാളത്തിൽ ഒരു കാവ്യം ചൊല്ലി ഒരു പക്ഷേ അതിന് വ്യാഖ്യാനം വേണ്ടി വരില്ല. എന്നാലും ചില കാവ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ആ പദം കൂട്ടിച്ചേർത്തതും അതിൻ്റെ ഒഴുക്കും അതിൻ്റെ സംയുക്തതയും എല്ലാം കൂടി ആവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കേട്ടതുകൊണ്ട് മനസ്സിലാവില്ല. ഇനി വേറൊരു കാര്യം, ശുഗമുനി പരീക്ഷത്തിനോട് പറഞ്ഞത് കാവ്യരൂപത്തിലാണോ എന്നറിയില്ല. വേദവ്യാസർ ആ സംവാദം രചിച്ചത് കാവ്യത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഗദ്യത്തിലായിരിക്കാം ഒരു പക്ഷേ ശുഗമഹർഷി പറഞ്ഞു കൊടുത്തത്. പക്ഷെ നമ്മുടെ മുൻപിലുള്ളത് കാവ്യരൂപത്തിലാണ്. എന്തിനാ കാവ്യരൂപത്തിൽ രചിച്ചത്? അപ്പോഴേ അത് മുഖസ്ഥമാക്കാനും രസിക്കാനും അതിൽ സന്തോഷിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഗദ്യസാഹിത്യമായിരുന്നു നമുക്ക് എന്നുണ്ടെങ്കിൽ എത്ര പേര് ഇവിടെ ഗദ്യസാഹിത്യം വായിക്കും? ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏതെങ്കിലും പ്രചാരം സിദ്ധിച്ച് ആയിരാണ്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കാവ്യസാഹിത്യമാണ്. ഞാൻ മുമ്പിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭാരതീയ വിശേഷത എന്താണെന്ന് വെച്ചാൽ എല്ലാ ശാസ്ത്രവിഭാഗങ്ങളെയും അവർ പോയട്രിയിലാണ് രചിച്ചിരിക്കുന്നത്. ആയുർവേദമാകട്ടെ, ചരിത്രമാകട്ടെ, ഭൂമിശാസ്ത്രമാകട്ടെ, അർത്ഥശാസ്ത്രമാകട്ടെ, നീതിന്യായമാകട്ടെ, രാമൻ്റെ ചരിത്രം, കുരുവംശ ചരിത്രം ഒക്കെ എഴുതിയിട്ടുള്ളത് കാവ്യത്തിലാണ്. ആ കാവ്യമായതുകൊണ്ടാണ് ഇന്നും അത് നശിക്കാതെ മനുഷ്യരുടെ ശ്രദ്ധയെ പുനഃ വീണ്ടും ഉത്തേജിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ ഈ നൽകുന്ന വിലമതിപ്പുണ്ടല്ലോ, വേദങ്ങളെ വെച്ചുകൊണ്ടാണ് വിലമതിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
പരബ്രഹ്മത്തെ അറിയാതെ പരബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കൈവരിക്കാതെ ഒരാൾ വേദം പഠിച്ച് വേദാനുസാരിയായി എന്ന് പറഞ്ഞാൽ പോലും അത് എങ്ങനെയാ? ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീനമസത്പ്രജാം ച വിത്തം തു അതീർത്ഥീകൃതമംഗവാചം ഹീനാം മയാ രക്ഷതി ദുഃഖദുഃഖീ. എത്ര കേമനായിക്കോട്ടെ വേദാനുസാരി, ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാൻ സാധിക്കില്ല. ദുഃഖദുഃഖിയായിട്ട് കൂടാം. അത് ഏതുപോലെ ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ്. ഹ്യധേനുമിവ രക്ഷത എന്ന് പറഞ്ഞു നിർത്തി അതിനെ ഒന്നും കൂടി വ്യാഖ്യാനിക്കുക. ഗാം ദുഗ്ധദോഹാം, ഗാം പശുവിനെ, ദുഗ്ധദോഹാം കറവ അവസാനിച്ചു, ഗർഭം ധരിച്ചിരിക്കുക. ഇന്നത്തെ കാലത്ത് 6-7 മാസം വരെ കറക്കാം. ചില പശുക്കളുണ്ട് കറവ നിർത്താതെ കറന്നാൽ കറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെറും. അല്ല, അവിടുന്നൊരു പുതിയ ഒരു വളർച്ചയൊക്കെ വരാൻ വേണ്ടി 2 മാസമെങ്കിലും സമയം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കറവ നിർത്തിയിട്ടുള്ള പശുവിനെ, ഇനി പെറുവില്ല കറക്കൂല്ല എന്നുള്ള പശുവിനെ എത്ര തീറ്റിപ്പോറ്റിയാലും എന്താ ഉണ്ടാവുക? ഞാൻ എപ്പോഴും പറയുന്നത് മാതിരി മൂത്രവും ചാണേ നമുക്ക് കിട്ടുള്ളൂ. കാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം. ഭാര്യ അസതിയാണ്, ഭർത്താവിനോട് സ്നേഹമോ കൂറൊന്നുമില്ല. ആ ഭാര്യയെ വേണ്ടതുപോലെ സന്തോഷിപ്പിച്ച് വേണ്ടത്ര വസ്ത്രവും ഭൂഷണവും അലങ്കാരവും ഒക്കെ കൊടുത്താലും എന്തായിരിക്കും ഫലം? ദേഹം പരാധീനം. പോട്ടെ, അതൊക്കെ ബാക്കിയുള്ളവരാ. ഒന്ന് പശു, പിന്നെ ഒന്ന് ഭാര്യ. അവനവൻ്റെ സ്വന്തം ദേഹോ പരാധീനം. അത് അന്യവസ്തുക്കളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദേഹത്തിന് ജീവിക്കണമെങ്കിൽ കാറ്റ് വേണം, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, പാർപ്പിടം വേണം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതല്ല, അന്യാധീനങ്ങളാണ്. കാറ്റ് നമ്മുടെ അധീനത്തിലല്ല, വെള്ളം നമ്മുടെ അധീനത്തിലല്ല, ഭൂമിയും നമ്മുടെയല്ല. അപ്പം ഈ പരാധീനമായിരിക്കുന്ന ഈ ദേഹമുണ്ടല്ലോ, അതിനെ എത്രത്തോളം നമ്മൾ പോഷിപ്പിച്ച് നിർത്തിയാലും എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം? അസത്പ്രജാം ച. ഒരു കുട്ടിയുണ്ടായി, ഒരു മകൻ ആറ്റുനോറ്റ് നല്ലപോലെ നോക്കി രക്ഷിച്ചു കൊണ്ടുവന്നു. വേണ്ടതുപോലെ സ്നേഹത്തോടു കൂടി കുട്ടിക്കാലത്ത് വേണ്ട കളിക്കോപ്പുകളൊക്കെ മേടിച്ചു കൊടുത്തു, നല്ല സ്കൂളിൽ അയച്ചു, ഒക്കെ ചെയ്തു. പക്ഷെയോ അസത്പ്രജാം ച. പറഞ്ഞത് കേൾക്കുന്നവനോ സ്വഭാവശുദ്ധിയുള്ളവനോ അല്ല. അവനിഷ്ടം നുണ പറയണതാണ്, ചതിക്കുന്നതാണ്, കൂട്ടുകാരോടുകൂടി വഴക്കടിക്കുന്നതാണ്, എല്ലാവരെയും അപമാനിക്കുക. ഇങ്ങനെ പൊട്ട സ്വഭാവത്തോടുകൂടി മുതിർന്നവരോ അധ്യാപകന്മാരോ അച്ഛനമ്മമാരോ പറഞ്ഞത് കേൾക്കാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കട്ടെ. അസത്പ്രജാം ച വിത്തം തു അതീർത്ഥീകൃതം. കയ്യിൽ ധനമുണ്ട്, ഒരളവ് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ കാശുണ്ടാവും. എത്രയാ ഈ കാശ്? 100 ആവാം, 50 ആവാം, 1000 ആവാം, 10,000 ആവാം, ലക്ഷമോ കോടിയോ ആവാം. എത്ര കാശുണ്ടെങ്കിലും ആ കാശ് നിങ്ങൾ തീർത്ഥീകൃതമാക്കുന്നില്ല എന്ന് വന്നാൽ, തീർത്ഥീകൃതം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പവിത്രമാക്കണം. എന്താ ഈ ധനത്തിനൊരു പവിത്രത? പുതിയ പുതിയ നോട്ടാണോ? ഇനി കോയിൻസ്, നാണയങ്ങൾ കിട്ടിയാൽ അതൊക്കെ സോപ്പിട്ട് വെളുപ്പിക്കണം എന്നാണോ പറയുന്നത്? അല്ല. വിത്തം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്. അത് പണമാകാം, ഭൂമിയാകാം, സ്വർണമാകാം, മറ്റു പദാർത്ഥങ്ങളാകാം. അങ്ങനെ സ്വത്തായിട്ട് എന്തുണ്ടോ ആ സ്വത്തിനെ നാം പവിത്രീകരിച്ചെടുക്കണം അത്രേ. എന്താണ് ഈ സ്വത്തിന് പവിത്രീകരണം എന്ന് ചോദിച്ചാൽ, ആ സ്വത്തിൽ നിന്ന് കാര്യമായ ഒരു ഭാഗം നമ്മൾ ദാനം ചെയ്യണം. ആർക്കാ ഈ ദാനം ചെയ്യുക? ഞാൻ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്, രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെടാത്തവരെ വിളിച്ച് എനിക്ക് ഇത് തരുന്നതിൽ സന്തോഷമുണ്ട്, നിങ്ങൾക്ക് തരുന്നതിൽ അത് മേടിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കൂ, ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞ് വിനയത്തോടു കൂടി കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത മുതലൊക്കെ അശുദ്ധം തന്നെയാണ്. അശുദ്ധം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അത് നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളോ അല്ല പേരക്കിടാങ്ങളോ അതിന് താഴെയുള്ള കുട്ടികളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ശുദ്ധി ഉണ്ടാവില്ല. അത് ചെലവ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ബുദ്ധി തോന്നില്ല. അതാണ് വിഷമം. പണം സമ്പാദിച്ച് കൊടുക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അത് വേണ്ടതുപോലെ വിനിയോഗിക്കണം കുട്ടികൾ എന്ന് ഉറപ്പ് വരുത്താൻ ഒരു ഇൻഷുറൻസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ വാക്കിന് വലിയ അർത്ഥമാണ്. ധനം ശുദ്ധമാവണമെങ്കിൽ ഈശ്വരാർപ്പണം കൊണ്ടോ ദാനം കൊണ്ടോ മാത്രമേ ശുദ്ധമാവുള്ളൂ. നമ്മുടെ ഇടയിൽ വളരെ ക്ഷേത്രങ്ങളുണ്ട്. മനുഷ്യർ നന്നാവുമ്പോൾ ക്ഷേത്രവും നന്നാവും. ഈ ക്ഷേത്രം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഭക്തജനങ്ങൾ അവിടെ ചെല്ലുക, അവിടെ ചെന്ന് പല വിധത്തിലുള്ള വഴിപാടുകളും നടത്തുക. ചുരുങ്ങിയത് പുഷ്പാഞ്ജലി, അവിടെ നിങ്ങളുടെ വിശേഷാൽ നൈവേദ്യങ്ങൾ, ഉദയാസ്തമന പൂജ എന്ന് തുടങ്ങി പലതും ഉണ്ടല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നടത്താൻ വേണ്ടി ഭക്തജനങ്ങളുടെ സമർപ്പണം വേണം. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ലിബറലായി ഉദാരമായി കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള ധനം ശുദ്ധമാവും. നിങ്ങളുടെ വിചാരം ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അയാൾക്കാണ് അത് ഉപകാരം എന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്, തിരുത്തിക്കോളൂ. നിങ്ങളാണല്ലോ കൊടുക്കുന്നത്, ആ ആളോ മേടിക്കുകയാണ്.
മേടിക്കുന്ന ആൾക്ക് മേടിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നവന് കൊടുത്തത് കൊണ്ട് എന്ത് കിട്ടണു എന്ന് ആലോചിക്കണം. നിങ്ങൾ മേടിക്കുന്നവന് ആ ദ്രവ്യം ഉപയോഗിക്കാം, സാമഗ്രികൾ മേടിക്കാം എന്നുള്ളത് ശരി. നിങ്ങൾ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. കൊടുക്കൽ നിങ്ങളുടെ പ്രവൃത്തി. ആ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടം എന്താ? നിങ്ങളുടെ കയ്യിലുള്ള ധനം ശുദ്ധമായി തീരണു. അങ്ങനെ ശുദ്ധമാകാത്ത ധനമുണ്ടല്ലോ, വലിയ അപകടം. വലിയ അപകടമാണ്. നിങ്ങളുടെ കുട്ടികൾ തന്നെ അത് ചെലവ് ചെയ്യുമ്പോൾ സമാജദ്രോഹികളായിത്തീരാം. അപ്പം ധനം ശുദ്ധമാക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന് ലൗകിക മാർഗങ്ങളൊന്നുമില്ല. അവിടെയാണ് ഈ ദിവ്യമായിരിക്കുന്ന ശാസനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പം ധനത്തിൽ നിന്ന് ആനുപാതികമായിട്ട് ഒരളവ് നിങ്ങളെടുത്ത് ദാനമോ ഈശ്വരാർപ്പണമോ ആയി കൊടുക്കണം. ഈ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധുക്കൾക്ക് കൊടുക്കുന്നത് ദാനം, ഈശ്വരന് നൽകുന്നത് ദാനമല്ല, സമർപ്പണമാണ്. സജ്ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക്, സന്യാസിമാർക്ക്, ആശ്രമങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കണതോ ഒക്കെ ഒരു സമർപ്പണമാണ്. അപ്പം അങ്ങനെ കൊടുക്കുന്നതിൽ ആർക്കാണ് മുമ്പ്, ആർക്കാണ് അതിന് പിന്നെ, 1, 2, 3 സ്ഥാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. എന്താ അത്? നമ്മുടെ ശാസ്ത്രം പറയുന്നത്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കൂ. എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്? നമുക്കൊരു ദേഹമുണ്ട്. അപ്പം ദൈഹികമായ ആവശ്യമുണ്ട്. ദൈഹികമായ ആവശ്യം എന്താ? അന്നം, വസ്ത്രം, പാർപ്പിടം. ഇത് 3 ദേഹത്തിൻ്റെ പ്രാഥമികമായിരിക്കുന്ന ആവശ്യങ്ങൾ. അത് നിറവേറ്റാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഒരു തരം. എന്തൊക്കെ? ആഹാരം, അതാണ് അന്നദാനം. അന്നദാനം വളരെ വിശേഷമാണ്. ഒരു ദിവസം 2, 3 നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. 2 നേരമെങ്കിലും കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ ആ കൊടുത്ത ഭക്ഷണം ആ ആളുടെ ശരീരത്തിൽ രക്തമായി പരിണമിച്ച് ആ ആളുടെ കൂടെ ഉണ്ടാവും എവിടെ പോകുമ്പോഴും അവിടെയൊക്കെ. ആ അന്നദാനത്തിന് അത്ര വിശേഷമാണ്. നമ്മൾ ഒരു തുണി കൊടുത്താൽ അത് ശരീരത്തിൻ്റെ മുകളിലേ ഇടുള്ളൂ. ദിവസത്തിലൊരിക്കൽ അത് അഴിച്ചിടുകയും ചെയ്യും. അന്നം കൊടുത്താൽ അങ്ങനെയല്ല. അത് ഉള്ളിലേക്ക് വായിലൂടെ ആഹാരം കഴിച്ചു, വയറ്റിൽ ചെന്നു, അത് ആമാശയവും കുടലും കൂടി അതിനെ ജീർണമാക്കി അതിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള പോഷകാംശങ്ങൾ മുഴുവൻ വലിച്ചെടുത്ത് രക്തത്തിൽ കലർത്തി ആ രക്തം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ആ മനുഷ്യൻ്റെ കൂടെ എവിടെ പോകുമ്പോഴും. ആ അന്നദാനത്തിനോളം ഒരു വിശേഷം വേറെ ഒന്നിനുമില്ല. അന്നദാനം ചെയ്ത് മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും. വിളിച്ചു ഇരുത്തി ചോറ് കൊടുത്തു, വയറ് നിറഞ്ഞു, കുറച്ചും കൂടിയും തരട്ടെ ചോദിച്ചാൽ അയ്യോ വേണ്ടേ വേണ്ടാന്ന് പറഞ്ഞ് 2 കൈ കൊണ്ടും തടുക്കും. നിങ്ങൾ വേറെ എന്ത് കൊടുത്താലും മതിയെന്ന് പറയുമോ? കുറേ സ്വർണം കൊടുത്തു, അല്ലെങ്കിൽ കുറേ വസ്ത്രം കൊടുത്തു, മതിയോ? ഞാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ, ഇനിയും തരാൻ പോകുന്നുണ്ടോയെന്ന് ഞാൻ ഒരു വണ്ടി വിളിക്കാമെന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൊടുത്താൽ മതി എന്നുള്ളൊരു നിലയില്ല. വയറ്റിന് ഭക്ഷണം കഴിച്ചാൽ നിറഞ്ഞാൽ പിന്നെ ഒരു തരി ഊണ് കഴിക്കാൻ പിന്നെ പറ്റില്ല. അന്നദാനം വളരെ വിശേഷമാണ്. അതാണ് ഈ അന്നദാനത്തിന് ബ്രഹ്മഹത്യാ പാപവും കൂടി പരിഹരിക്കുന്നതാണ് അന്നദാനം എന്ന് പറയും. ഞങ്ങൾ നാരായണാശ്രമ തപോവനവും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനവും കൂടി ഒരു അന്നവസ്ത്രദാന സത്രം കൊല്ലത്തിൽ നടത്തുന്നുണ്ട്. ജൂലൈ കർക്കിടക മാസത്തിലാണ്. 25-26 കൊല്ലമായി ഞങ്ങളത് തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലാണ് ഈ സംപ്രേഷണത്തിൻ്റെ ഭാഗമായി അതിനെപ്പറ്റി കുറച്ച് വിവരം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തത്. അതുവരെ ഞങ്ങളുടെ ഭക്തന്മാർക്കും ശിഷ്യന്മാർക്കും ഒരു എഴുത്തെഴുതി അറിയിക്കുക മാത്രമേ പതിവുള്ളൂ. ഈ അന്നവസ്ത്ര ദാനസത്രത്തിൽ വളരെയധികം ജനങ്ങൾക്ക് താല്പര്യം കാണുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു 25 കൊല്ലമായി അത് നടത്തിയിട്ട് പോരെ, ഇനി നിർത്തിക്കൂടെ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് മാത്രമല്ല, സർക്കാർ 1 ഉറുപ്പ്യയ്ക്കും 2 ഉറുപ്പ്യക്കൊക്കെ അരി കൊടുത്തു തുടങ്ങി. അപ്പം ഞാൻ ചിലരോട് പറയാം, നിങ്ങളുടെ അരി മേടിക്കാനുള്ള പൈസ ഞങ്ങൾ തരാമെന്ന്. അപ്പോൾ അവരുടെ മുഖം അങ്ങോട്ട് ചിരിക്കണില്ല. അവർ കറുപ്പ് നിറം തന്നെയാണ്. സ്വാമിജി ഇത് നിർത്തരുതെന്നാണ് പറയണം. ഞങ്ങളിതിന് സഹായിക്കുന്ന കുറേ കൂട്ടരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ സ്വാമിജി ഈ അന്നദാനം ലോകത്തിലെ എല്ലാവരും ചെയ്യേണ്ടതാണ്, സ്വാമിജി ഈ നടത്തുന്നത് നിർത്തരുത്, എത്രത്തോളം കാലം നടക്കുമോ നടക്കട്ടെ നടക്കട്ടെ എന്നാണ് അവരും പറയണത്. അപ്പം ഞങ്ങളതിനൊരു ടോക്കണൊക്കെ കൊടുത്ത് ഇന്ന ദിവസം വരൂ എന്ന് പറഞ്ഞ് ആ ടോക്കൺ ഒരു ക്ഷണക്കത്തായി സ്വീകരിച്ച് അവരെല്ലാവരും വന്ന് വരിയായി നിന്ന് മേടിച്ചുകൊണ്ട് പോണു. ഞങ്ങളുടെ ആശ്രമത്തിൽ 6000-7000 വീടുകളാണ് വന്ന് അണിനിരക്കുന്നത്. റോട്ടിൽ ധാരാളം നീളുണ്ടാവും. ഇന്നേ വരെ ഞങ്ങൾ ഒരു പോലീസുകാരെ ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടില്ല. ആദ്യം 2-3 കൊല്ലക്കാലം എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല, ചിലർക്ക് കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു തള്ളിക്കയറ്റമൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ അവരോട് മയം പോലെ സംസാരിച്ച് കുറേശ്ശെ പൈസ കൊടുത്തൊക്കെ അയച്ച് അങ്ങനെ 2-3-4 കൊല്ലം ആകുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇത് ആർക്കൊക്കെ ടോക്കൺ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ കിട്ടും, ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുമാണെന്ന്. ഇപ്പം ഞങ്ങൾ ഈ പഞ്ചായത്തുകളിൽ അടുത്ത പരിസരത്തിൽ എത്ര പേര് വന്ന് ചോദിച്ചോ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരാൾക്കും ഇല്ല എന്ന് പറയണില്ല. റേഷൻ കാർഡും കൊണ്ടുവന്ന് അവരുടെ നിജസ്ഥിതികൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതറിയാവുന്നവരും പരിശോധിക്കുന്നവരുമുണ്ട് ഇവിടെ. അവർ മനസ്സിലാക്കി ബോധ്യപ്പെട്ട അവർക്കൊക്കെ ഞങ്ങൾ ടോക്കൺ കൊടുക്കാറുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അപ്പോൾ ആ അന്നദാനം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വസ്ത്രം ഉടുക്കാതെ ഇരുന്നാലും കഴിയും.
ഊണ് കഴിച്ചിട്ട് മരത്തിൻ്റെ ചോട്ടിലായാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ഭക്ഷണമില്ലാതെ കഴിയാൻ പറ്റില്ല. ഈ ഭക്ഷണമോ മനുഷ്യന് മാത്രമല്ല, എല്ലാ പക്ഷിവർഗങ്ങൾക്കും, മൃഗങ്ങൾക്കും, ഇഴജന്തുക്കൾക്കും, ഈച്ച, ഉറുമ്പ്, കൊതു, നുഴുമ്പ് എല്ലാറ്റിനും ഈ ഭക്ഷണം വേണം. ഭക്ഷണം കഴിച്ചാലത്തെ സുഖമോ എല്ലാവർക്കും തുല്യ. ആ ഭക്ഷണം അത്ര വിശേഷപ്പെട്ടതാണ് അന്നദാനം. അത് ദേഹത്തിൻ്റെ ആവശ്യമായുള്ളൂ. അന്നദാനത്തിനെ കവച്ചു വയ്ക്കുന്നത് വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ജ്ഞാനദാനം. എന്താ ഈ ജ്ഞാനദാനം? നമുക്ക് മനസ്സിന് സന്തോഷവും സൗഭാഗ്യവും ശാന്തി വേണം. ആൾക്കാർക്ക് പലരും ഉള്ളവരുണ്ടല്ലോ, അവരെല്ലാം പറയും, പണം ഉണ്ടായിട്ട് എന്താ കാര്യം സ്വാമിജി, എനിക്ക് പണം വേണ്ട, എനിക്ക് സുഖമാണ് വേണ്ടത്. ആ സുഖം എൻ്റെ കുടുംബത്തില്ല, എൻ്റെ ഭർത്താവിൽ നിന്നില്ല, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. അവർക്ക് ഭക്ഷണമല്ല പ്രശ്നം, അവർക്ക് ശാന്തിയും സമാധാനവുമാണ് വേണ്ടത്. അപ്പം മനസ്സിൻ്റെ ആവശ്യം ഒരു ഭാഗത്ത്, ദേഹത്തിൻ്റെ ആവശ്യം ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മനസ്സാണല്ലോ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ആ മനസ്സിൻ്റെ ആവശ്യത്തിനാണ് മുൻതൂക്കം. അപ്പം മനസ്സിന് ശാന്തി, തൃപ്തി. ഇനി ബുദ്ധിക്കോ അറിവ്. ഇപ്പോൾ പരീക്ഷത്തിന് എന്താ കൊടുക്കണത് ശുഗമുനി? മനസ്സിന് ശാന്തി, ബുദ്ധിക്ക് അറിവ്. അത് രണ്ടും കൊടുത്തിട്ടാണ് തക്ഷകൻ 7-ാം ദിവസം വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ പരീക്ഷിത്ത് ദേഹബോധം വിട്ട് അങ്ങോട്ട് ഉള്ളിൽ അമർന്നുപോയി. അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഭാവനാശക്തി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ ഭാവനാശക്തി ഉണ്ടെങ്കിൽ ആ ഭാഗീരഥി തീരത്ത് ദർഭ വിരിച്ച് കിഴക്കോട്ട് മുഖമായിരിക്കുന്നു ആരെ? പരീക്ഷിത്ത്. ശുഗമഹർഷി ഒരു നൂല് വസ്ത്രമില്ലാതെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 16 വയസ്സുകാരൻ. ഒരാൾ പറയണു, ഒരാൾ കേൾക്കണു. ഒരാൾ പറയണു, ഒരാൾ കേൾക്കണു. ആ പറയലും കേൾക്കലും, പറയലും കേൾക്കലും, പറയലും കേൾക്കലും, ഈ 2 അരണി കൂട്ടി കടഞ്ഞാൽ അഗ്നി എങ്ങനെ പുറപ്പെടുമോ അതേമാതിരിയാണ് ശാന്തിയും ജ്ഞാനവും പരീക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. ഓരോ വാക്ക് കേൾക്കുമ്പോഴും അതങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ട് തക്ഷകൻ വന്നങ്ങോട്ട് കടിക്കുമ്പോഴോ പരീക്ഷിത്ത് അവിടെ ഇല്ല. തക്ഷകൻ കടിച്ചത് ശരിയാ, പക്ഷേ പരീക്ഷിത്ത് ആ കടി അനുഭവിക്കാനോ അതിൽ നൊന്തുപോവാനോ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്ര വിശേഷപ്പെട്ടതാണ് ഈ ശ്രീമദ് ഭാഗവത കഥനം, ശ്രീമദ് ഭാഗവത ശ്രവണം. അതാണ് മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന് ഞാൻ ചിത്രീകരിക്കാറുള്ളത്. അതാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ശുഗമഹർഷി കൊടുക്കുന്നത് എന്താ? അറിവ്, ശാന്തി. ശാന്തി, ജ്ഞാനം. അതാണ് ഏറ്റവും വിശേഷപ്പെട്ട ദാനം. ഈ ജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് സാധിക്കും? ജ്ഞാനമുള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ചെലവുണ്ടോ ചോദിച്ചാൽ അതിന് ചെലവില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ, ഒരാൾക്ക് ആരും വലിയ ചെലവൊന്നുമില്ലാതെ ശുഗമഹർഷി ഭാഗീരഥി തീരത്തിൽ വന്ന് 7 ദിവസം ചമ്രം പടിഞ്ഞിരുന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താ? ലക്ഷോപലക്ഷം പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിൽ ഒരു സംപ്രേഷണ പരമ്പര മാസങ്ങളായി, കൊല്ലത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുക. ഈ സംപ്രേഷണം 10-40 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ചില ഉപകരണങ്ങളൊക്കെ വേണ്ടേപ്പാ? അതിന് ചിലവില്ലേപ്പോൾ? വളരെ ചിലവുണ്ട്, വളരെ ചിലവുണ്ട്. ഓരോ സംപ്രേഷണത്തിന് എന്താ ചിലവ്? 10-20,000 ഉറുപ്പിക ചിലവാണ്. അങ്ങനെ ഈ സംപ്രേഷണം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ ഇത് സാധിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇതിന് വലിയ ചിലവാണ്. ആ ചിലവ് മുഴുവൻ എങ്ങനെ വരും ആർക്കറിയാം? അപ്പം അതാണ് ഞങ്ങൾ ആദ്യമേ മുതൽക്ക് പറഞ്ഞത്. എന്ത്? ഇത് ശ്രീമദ് ഭാഗവതം ആ 11 സ്കന്ധം, മുക്തിസ്കന്ധമുണ്ടല്ലോ, ഈ സംപ്രേഷണ മഹാജ്ഞാന സത്രം എന്ന് പറഞ്ഞത് അത് ഉദ്ദേശിച്ചിട്ടാണ്. എപ്പോഴാണ് അത് സത്രമാവുക? അനവധി ജനങ്ങൾ ഇതിൽ പങ്കാളികളായി പലരെയും ഇത് കേൾപ്പിക്കണം. ഇത് ലോകസംഗ്രഹമാണ്, ലോകത്തിന് നന്മ വരാൻ വേണ്ടിയാണ്, ശാന്തിയും സമാധാനവും വരാൻ വേണ്ടിയാണ്. ഇത് ഒരാൾ ചെയ്യേണ്ടതോ ഒരു കുടുംബം ചെയ്യേണ്ടതോ അല്ല, അവർക്ക് വേണ്ടി ചെയ്യേണ്ടതല്ല. ഇത് ഒരാൾ പറയുന്നു, ഏഷ്യാനെറ്റ് ഇത് ക്യാരി ചെയ്ത് വിതരണം ചെയ്യണു. അങ്ങനെ പറയുന്നതിനും ഈ വിതരണം ചെയ്യുന്നതിന്, പറയുന്നതിന് വലിയ ചിലവില്ലെങ്കിലും വിതരണം ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിന്, ഇതിന് എല്ലാറ്റിനും വരുന്ന ചിലവ് സംപ്രേഷണം നടക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ അതിൽ പങ്കാളികളായാലേ പറ്റുള്ളൂ. അതാണ് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാകൂ എന്ന് പറയണത്. നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കയ്യിലുള്ള ധനം പോലും ശുദ്ധമാവാൻ ഇത് വലിയ ഒരു അവസരമാണിത്. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ. ദ്രവ്യം ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞത്തേക്കാൾ എത്രയോ വിശേഷമാണ് ജ്ഞാനയജ്ഞം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, അർജുനനെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളും സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവ പ്രവൃത്തികളും പരിസമാപിക്കുന്നത് ജ്ഞാനത്തിലാണ് എന്നും പറയുന്നു. അപ്പം ആ സംപ്രേഷണ മഹാജ്ഞാന സത്രം, അത് സത്രം തന്നെ ആവണം. ആ സത്രം തന്നെ ആവണമെങ്കിൽ നിങ്ങൾ
ആയിരക്കണക്ക് ജനങ്ങൾ ഇതിൽ പങ്കെടുക്കണം. സ്വാമിജി ഈ സത്രം നടത്തണം, ഇതെല്ലാവർക്കും എത്തിക്കണം, അതിൽ ഞാനും എൻ്റെയും പങ്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ആക്കി തീർത്താൽ മാത്രമേ ഇതൊരു മഹാജ്ഞാനസത്രമാവുള്ളൂ. അങ്ങനെ ആയാലേ ഇത് മുഴുവനാവാനും പോണുള്ളൂ. അനീത ഇടയിൽ നിന്നു പോവും, വിരോധമില്ല നിന്നു പോവാൻ. അപ്പോൾ ആ മുഴുവനാക്കണം, അങ്ങനെ ആക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ ആക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നു പരീക്ഷത്തിനെ പോലെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും. പരീക്ഷത്തിനെ പോലെ നല്ല പോലെ കേട്ടാൽ 7 ദിവസം അദ്ദേഹം കേട്ടത് എത്ര നേരാണാവോ? 56 മണിക്കൂർ. ആ 56 മണിക്കൂർ നിങ്ങൾ കേൾക്കുമ്പോഴേക്കും നിങ്ങളും പരീക്ഷത്തിന് മാതിരി ആവേണ്ടതാ. തക്ഷകൻ വന്നാൽ കടിച്ചാലൊന്നും നിങ്ങളെ ഏശില്ല. അത് അല്ലാത്തവർക്കോ സമാധാനവും ശാന്തിയും ഉണ്ടാവും. അങ്ങനെ സമാധാനവും ശാന്തിയും തനിക്ക് ലഭിക്കാനും ബാക്കിയുള്ളവർക്ക് ലഭിപ്പിക്കാനും വേണ്ടി ഈ മഹാസത്രത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്തുണ്ടാവും? വിത്തം തു അതീർത്ഥീകൃതം. നിങ്ങളുടെ കയ്യിൽ 10 പൈസ ആയാലും ആ പൈസ പവിത്രമാവും. 10,000-മോ 10 ലക്ഷമോ 10 കോടിയാണെങ്കിൽ ആ 10 കോടിക്കും ആനുപാതികമായിട്ട് ഈ മാതിരി കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുമ്പോൾ അത് ഒരു ശുദ്ധി അതിന് വരും. ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീനം അസത്പ്രജാം ച വിത്തം ത്വതീർത്ഥീകൃതമംഗ വാചം ഹീനാമയ. 6 കാര്യമാണ് പറയണത്. നിങ്ങളുടെ സംസാരം, ആ സംസാരത്തിൽ ഈശ്വരന് നല്ല ഒരു സ്ഥാനം വേണം. നല്ലതല്ല ഞാൻ പറയുന്നത്, ഈശ്വരന് ആദ്യത്തെ സ്ഥാനം, അവസാനത്തെ സ്ഥാനം, നടുക്കിലും പരമസ്ഥാനം. മത് കർമ്മകൃത് മത് പരമഹ എന്ന് പറയുന്നത് ഈശ്വരന് വേണ്ടി എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യണു എന്നൊരു വിചാരം, എന്നൊരു ഭാവം, എന്നൊരു ഉറപ്പ്. ആ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുമ്പനാണ്. പരമസ്ഥാനം ഈശ്വരനാണ്. മത് പരമഹ, ഈശ്വരനെ പരമമായിട്ട് കണക്കാക്കുക. അത് രണ്ടും വേണം. അതില്ലാതെ ഈശ്വരാംശം ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണ എന്നും പറയില്ല, നാരായണ എന്നും പറയില്ല, ശിവശിവ ദേവി ഒന്നും പറയാതെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മാത്രമേ ഉള്ളൂ, എന്നെ ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഈശ്വരൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് രക്ഷതി ദുഃഖ ദുഃഖീ, ഇതൊക്കെ പരിരക്ഷിക്കുകയെ പരിപാലനം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ദുഃഖദുഃഖികളായേ ഇരിക്കുള്ളൂ എന്ന്. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ട് പഠിക്കണം. ഇത് ഗൃഹസ്ഥന്മാർക്ക് പറയുന്നതാ. നിങ്ങളുടെ സംസാരത്തിൽ എത്രത്തോളം ഈശ്വരന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. കാലത്ത് എണീറ്റ് ഒരു വിളക്ക് കൊളുത്തുക, വൈകുന്നേരവും കൊളുത്തുക, നിവൃത്തിയുണ്ടെങ്കിൽ ആ വിളക്കെടുത്ത് ഉമ്മറത്ത് കാണിച്ചു കൊടുക്കുക എല്ലാ സ്ഥലത്തും. കുട്ടികളോ ബാക്കിയുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് തൊഴാൻ പറയുക. ഒരു 15, 25, 30 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കുക. ഒന്നുമില്ലെങ്കിൽ കണ്ണടച്ച് നമ്മുടെ ഉൾ മനസ്സിനെ ഒന്ന് നല്ല പോലെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ബാക്കിയുള്ള പുരാണങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും വായിക്കുക, കേൾക്കുക, പറയുക. ഇന്നിപ്പോൾ ചാനലിൽ ധാരാളം സംപ്രേഷണം നടക്കുന്നു. ആ സംപ്രേഷണം ചെവി കൊടുത്ത് കേൾക്കുക. കേട്ടിട്ട് മറക്കരുത്. എല്ലാവരും എപ്പോഴും പറയാൻ നന്നായി വന്നു എന്ന് വരില്ല. അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. റെക്കോർഡ് ചെയ്ത സീഡികൾ മേടിക്കുക. എന്നിട്ട് കുട്ടികളോടൊക്കെ മുടക്ക ദിവസമെങ്കിലും കേൾക്കാൻ പറയുക. അതിലുള്ള വിഷയങ്ങൾ ഭാര്യാഭർത്താക്കന്മാരും കുട്ടികളും അച്ഛനമ്മമാരും തമ്മിൽ ചർച്ച ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സത്സംഗം നടത്തുക. ആദ്യമായിട്ട് ഒരു മാസത്തിലൊരിക്കൽ ആവട്ടെ, അത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ, സാധിച്ചാൽ ആഴ്ചയിലൊരിക്കൽ. അങ്ങനെയൊക്കെ ആയാലേ നിങ്ങളുടെ വീട് വൈകുണ്ഠ സമമാവുള്ളൂ. അല്ലെങ്കിലോ ഭാഗവതം പറയുന്നത് മാതിരി എന്താ, വ്യാലാലയദ്രുമാഹ, മരത്തിൻ്റെ പൊത്തുണ്ടല്ലോ, എലിപ്പൊത്ത്, അതിൽ പാമ്പ് താമസിക്കുന്ന മാതിരി പാമ്പിൻ പൊത്തുകളെ ആവുള്ളൂ നിങ്ങളുടെ വീടുകൾ. പാമ്പിൻ പൊത്ത് മൾട്ടി സ്റ്റോറീഡ് ആയിരിക്കാം. നിങ്ങൾക്ക് 23ാമത്തെ നിലയിലുള്ളതാ, പക്ഷേ വലിയ മരത്തിൽ പാമ്പ് താമസിക്കുന്നു, കുറേ ഉയരത്തിൽ എലി ഉണ്ടാക്കിയ പൊത്തിൽ. അതുമാതിരിയുള്ള പാമ്പിൻ പൊത്തിലാണ് നിങ്ങളുടെ താമസം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഭാഗവതം തൊലി ഉരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീനമസത്പ്രജാം ച വിത്തം ത്വതീർത്ഥീകൃതമംഗവാചം ഹീനാം മയാ രക്ഷതി ദുഃഖദുഃഖീ യസ്യാം ന മേ പാവനമംഗകർമ്മ സ്ഥിത്യുദ്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരേപ്സിതജന്മവാ സ്യാത് വന്ധ്യാം ഗിരം താം ബിഭ്രിയാന്നധീരഃ. ഒന്നും കൂടിയും വ്യക്തമാക്കി പറയാ കൃഷ്ണൻ. പറഞ്ഞത് പോരാന്ന് തോന്നി. യസ്യാം ന മേ പാവനമംഗകർമ്മ,
സ്ഥിത്യുദ്ഭവ പ്രാണനിരോധമസ്യ. ഈ എന്താണ് എനിക്ക് സ്ഥാനം നൽകാത്തതായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരന് സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ഈശ്വര സങ്കല്പം? നാം ഈ ഭൂമിയിൽ മനുഷ്യരാശിയിൽപ്പെട്ട ഒരംഗമേ ആയുള്ളൂ. ചെറിയ ഒരു ശരീരമാണ്. ഒരു 6 അടിയോ 6.25 അടിയോ പൊക്കമുണ്ടാവും. ഒരു 80-90 കിലോഗ്രാം മാക്സിമം തൂക്കം ഉണ്ടാവും. നാം അധിവസിക്കുന്ന ഈ ഭൂമി അത് തന്നെ ലോകത്തിൽ വിശ്വകോശത്തിൽപ്പെട്ട ഒരു ചെറിയ ഗോളമാണ്. അപ്പോൾ ഈ ലോകത്തെ 4 ഭാഗത്തും ഒന്ന് നോക്കൂ, എവിടെ നോക്കിയാലും അനന്തമാണ് ദൃശ്യങ്ങൾ. അങ്ങനെ ഒരു ലോകം ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്. ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിൽ നിന്നാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള വാക്കിന് അർത്ഥമില്ല. എന്തൊന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഉണ്ടാവുന്നതിന് മുൻപ് അതില്ലാതിരുന്നു എന്നർത്ഥമാണ്. അപ്പോൾ ഈ ലോകം ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്നു. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ ഉണ്ടാക്കിയത് ആര് അല്ലെങ്കിൽ എന്ത് എന്നൊരു ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് മറുപടിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ജന്മാദ്യസ്യ യതഃ, ഈ ലോകത്തിൻ്റെ ആദ്യം മുതൽക്ക് എവിടുന്നാണിത് ഉണ്ടായത്, അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ നോക്കിക്കൊണ്ട് സ്ഥിതി ഉദ്ഭവം പ്രാണനിരോധമസ്യ, ഈ ലോകം ഉണ്ടായിരിക്കണം, ഉണ്ടായിട്ടേ അത് നിലനിൽക്കുന്നുള്ളൂ. ആ നിലനിൽക്കുന്ന സമയത്ത് അത് സ്പന്ദമാനമായി പലതും ചെയ്തുകൊണ്ട് വൈബ്രേഷനാണ് ഇവിടെ എല്ലാം. ആക്ടിവിറ്റി, ഇൻട്രാക്ഷൻ, എ നമ്പർ ഓഫ് വൈബ്രേഷൻസ്, എ വെറൈറ്റി ഓഫ് മൂവ്മെൻറ്റ്സ്, all these are constantly reigning, prevailing, continuing incessantly in the whole universe. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചം, ഇതിൽ ഒരു ഗോളവും വെറുതെ നിൽക്കുന്നില്ല, അത് വേറെ ഒന്നിനെ ഭ്രമണം ചെയ്യുക. അങ്ങനെ എല്ലാം ഭ്രമണം ചെയ്ത് ഭ്രമണം. ആ ഭ്രമണപഥമുണ്ട് ഓരോന്നിന്. ആ ഓരോന്നിൻ്റെ ഭ്രമണപഥം മറ്റൊന്നുമായി ഇടയുന്നില്ല. അങ്ങനെ ഇടയാതെ ഇരിക്കാൻ പറ്റിയ ദൂരങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അപ്പം അസംഖ്യം ഗോളങ്ങൾക്ക് അവരവരുടെ ഭ്രമണപഥങ്ങൾ നിലനിർത്തണമെങ്കിൽ അതിന് സ്ഥലം എത്ര വേണം, സൗകര്യം എത്ര വേണം. ഇത് മുഴുവനും ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൽ പെട്ടെന്ന് ഒരു ഗ്രഹം വേറെ ഒന്നിൽ വന്ന് അടിച്ചു എന്ന് കേൾക്കണില്ല. നമ്മൾ ഉണ്ടാക്കിയ റോഡിലത്തെ ചരിത്രം എന്താ? 3 വരി, ഇടതും വലതും 3 വരിയായിട്ടുള്ള പാതകളുണ്ട്, 4 വരിയായിട്ടുള്ള പാതകളുണ്ട്, 6 വരിയുള്ള പാതകളുണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളിലും. അവിടെയൊക്കെ നമ്മളാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത്? ട്രാഫിക് റൂൾസ്. വാഹനങ്ങളോ നമ്മൾ ഉണ്ടാക്കി, നിരത്തുകളോ അതും നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിരത്തുകളിൽ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ നിയമങ്ങൾക്ക് വിധേയമായി നടക്കവേ ഓടവേ പടപടാ അവിടെ അപകടം വന്ന ആൾക്കാർ മരിക്കും. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിൽ 2 ഗോളങ്ങൾ കൂട്ടിയടിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയില്ല, കേട്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. അപ്പം ഇത് കേൾക്കാതെ കൂട്ടിയടിക്കാതെ ഇങ്ങനെ സംഭരിക്കുന്നത് ആരാ? ഒന്നിലോ ഒരാൾ, ഒരു 2 കണ്ണൻ മനുഷ്യൻ, അല്ലെങ്കിൽ കണ്ണും ഒന്നുമില്ലാതെ ഉള്ള ശക്തി. ആ ശക്തി എന്താണത്? അപ്പം ഇവിടെ 3 കാര്യമാണ്. സ്ഥിതി നമ്മൾ കാണുന്നു. സ്ഥിതി ചെയ്യണമെങ്കിൽ ഉദ്ഭവം ഉണ്ടായിരുന്നിരിക്കണം. പിന്നെയോ നിരോധം, ഇതൊരു കാലത്ത് ഇല്ലാതെയുമാവും. ഈ ഇല്ലാതെയാവുക നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. സെല്ലുകൾ ഉണ്ടാവുന്നു, ഉപയോഗിക്കപ്പെടുന്നു, നശിച്ചു പോണു. പ്രതിദിനം സെല്ലുകൾ ഉണ്ടായും നശിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മുടെ മുൻപിൽ എല്ലാ കൊല്ലവും നമ്മൾ കുത്തിയിടും. എന്ത്? നേന്ത്രവാഴ വയ്ക്കും. എത്ര കൊല്ലം ഉണ്ടാവും ഒരു വാഴ? 10 മാസം കഴിയുമ്പോഴേക്കും കൊല വെട്ടി. അപ്പോൾ ആ വാഴ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് പ്ലാന്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഉദ്ഭവം, സ്ഥിതി, നാശം, ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിനുമുണ്ട് അങ്ങനെ ഒന്ന്. അതിനാരാണ് കാര്യം? അപ്പം അതിനെപ്പറ്റി ചിന്തിക്കാതെയോ പരാമർശിക്കാതെയോ പരിഗണിക്കാതെയോ ആലോചിക്കാതെയോ അതിനെക്കുറിച്ചുള്ള തത്വവിചാരങ്ങൾ ഉൾക്കൊള്ളിക്കാത്തത്. യസ്യാം നമേ പാവനമംഗകർമ്മ സ്ഥിത്യുദ്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരേപ്സിത ജന്മവാസ്യാത്. ഭഗവാന്റെ ചരിത്രം ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. ആ ഭഗവത് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഉത്പത്തി, അത് ഇല്ലാതെയാവാൻ പോകുന്ന ലയം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈശ്വരൻ്റെ ചരിത്രം. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടാണ് വരുന്നത്. ഒരു പക്ഷേ ലോകമില്ലായിരുന്നു നമുക്ക് കാണാൻ എന്നുണ്ടെങ്കിൽ ഈശ്വരനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഭഗവത് ചരിത്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഈ 3 ഭാവങ്ങളോടുകൂടി ബന്ധപ്പെട്ടതാണ്. ഏതാ 3 ഭാവങ്ങൾ? സ്ഥിതി, ഉദ്ഭവം, ലയം. ഇത് പിന്നെയോ ഇതിനു വേണ്ടി പല സമയത്തും ഈശ്വരൻ പ്രത്യേകമായി ജന്മമെടുത്തു. എന്നിട്ട് വിശേഷ കർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വിശേഷ കർമ്മങ്ങൾ ചെയ്തതാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണജന്മമായി അവതരിച്ച് ആ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഭൂമിയുടെ ക്രമാതീതമായിരിക്കുന്ന ഭാരം കുറയ്ക്കാൻ വേണ്ടി 10 കോടി ജനങ്ങളെയാണ് കൃഷ്ണൻ യുദ്ധം ചെയ്തു കൊന്നത്. എന്താ സ്വാമിജി ഈ 10 കോടി എന്ന് പറയണത്? ആ 10 കോടി തന്നെയാ കണക്കുണ്ട്. എങ്ങനെയാ കണക്ക്?
18 അക്ഷൗഹിണി സേനയായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ. 45 ലക്ഷമാണത്. 23 അക്ഷൗഹിണിയാണ് ജരാസന്ധൻ കൊണ്ടുവന്നത് ഓരോ തവണയും. അങ്ങനെ 17 തവണ വന്ന് മധുരയെ ആക്രമിച്ച് 17 തവണയും ജരാസന്ധൻ്റെ സേനയെ മുഴുവനും കൊന്നു. അപ്പം ഞാൻ കണക്കാക്കാൻ പറഞ്ഞപ്പോൾ സതീഷ് ജി ഇന്നലെ പറഞ്ഞത് സ്വാമിജി 10.5 കോടി വരണു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 10.5 കോടി ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ ജന്മം തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അത് കൊന്നതൊരു ഭാഗത്ത്, അദ്ദേഹം ജനിച്ചതും വളർന്നതും അവിടെ പല കാര്യങ്ങളും അങ്ങനെ നടന്നുവല്ലോ. വൃന്ദാവനത്തിൽ കുറച്ച് നടന്നു, മധുരയിൽ കുറച്ച് നടന്നു, രണ്ടാമത് വന്നിട്ട് നടന്നു, പിന്നെ ദ്വാരകയിൽ പോയി നടന്നു. അങ്ങനെ പല വിധത്തിലുള്ള ലീലാവതാരേപ്സിത ജന്മവാസ്യാത്, ലീലാരൂപത്തിൽ അദ്ദേഹം ധരിച്ച ജന്മം ഒരു കളി, ഒരു വിളയാട്ട്, ഒരു വിഹാരം, ഒരു വിനോദം എന്നുള്ള നിലയ്ക്കാണ് ഭഗവത് ജന്മങ്ങളെപ്പറ്റി പറയാറുള്ളത്. സാധാരണ ഒരു മനുഷ്യന് 10.5 കോടി ജനങ്ങളെ കൊന്ന് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളൊരു ദൗത്യം സാധാരണ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെ കൊല്ലാൻ പുറപ്പെട്ടതിൽ ആരൊക്കെ പെട്ടു? ഭീഷ്മർ പിതാമഹൻ പെട്ടു, ഒരിക്കലും വധ്യനല്ല അദ്ദേഹം. ദ്രോണൻ ആചാര്യൻ പെട്ടു, കൃപൻ പെട്ടു, പല ആൾക്കാരും പെട്ടു, അഭിമന്യു അടക്കം. അപ്പം ഇങ്ങനെ ദാരുണമായിരിക്കുന്ന ഒരു കൃത്യം സാധാരണ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാ? ഒരു കളി പോലെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വിരോധമില്ല. കളിയിൽ ആരും ജയിക്കാം, ആരും തോൽക്കാം, അതിനൊന്നും വിരോധമില്ല. അങ്ങനെ കളി പോലെയുള്ള ലീലാവതാരേപ്സിത ജന്മ നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ലീലാരൂപത്തിൽ അവതാരങ്ങളായി പലതും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ജന്മമോ അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സ്ഥിത്യുദ്ഭവ പ്രാണനിരോധം അസ്യ, ഇതിലേതെങ്കിലും ഒന്ന് ഉൾക്കൊള്ളാത്തതായ വാക്കുകളുണ്ടല്ലോ. നിങ്ങൾ താമസിക്കുന്നത് വീട്ടിലാവാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ തൊഴിൽ വേണം, വരുമാനമുണ്ട്, മാർക്കറ്റിലേക്ക് പോകണം, സാധനങ്ങൾ മേടിക്കണം, വീട് ദിവസേന അടിച്ചു കോരി തുടച്ചു വെടുപ്പാക്കി വെക്കണം, വിളമ്പണം, പാത്രം തേക്കണം, എല്ലാം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഈശ്വരൻ രചിച്ച ലോകത്തിലാണ് ഇത് മുഴുവനും നടക്കുന്നത്. ഈശ്വരൻ രചിച്ച ലോകത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അപ്പം ആ ഈശ്വരൻ എവിടെയാണോ ആ കാര്യത്തിന്, സ്വന്തം രാജ്യത്തിന് ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു പൗരന് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം കേരളം എന്ന് പറയുന്നു, കേരളം ഞങ്ങൾ മാത്രം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ കേരളം. അപ്പോൾ ഇന്ത്യയെപ്പറ്റി വിചാരിക്കാതെ കേരളത്തിലുള്ള ഭരണമോ കേരളത്തിലുള്ള വാസമോ കൊണ്ടു നടത്താൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ നമുക്ക് ഈശ്വരനോട് എപ്പോഴും ഒരു ആഭിമുഖ്യം, ഒരു പ്രതിബദ്ധത വേണം. ആ പ്രതിബദ്ധതയില്ലാത്തതായ വാക്കും സംസാരവും ഉണ്ടല്ലോ. അതാണ് പറയുന്നത്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും നല്ലപോലെ നടക്കണം. മഹാത്മാക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുക. ഒരു കല്യാണം, അതിനൊരു കല്യാണ പത്രിക അടിക്കുകയാണെന്ന് വെച്ചോളൂ. അത് നല്ല മനുഷ്യരെ എങ്ങനെയാണ് ചെയ്ത? ഈശ്വരാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ മഹജ്ജനങ്ങളുടെ ആശീർവാദം കൊണ്ട് ഞങ്ങൾ നടത്തണു, കല്യാണം കഴിക്കാൻ പോകണമെന്നാണ്. അതേ കോമളിയെ കല്യാണം കഴിക്കാൻ പോകണു എന്നുള്ള വാക്കൊന്നുമല്ല എഴുതാൻ. അത് എഴുതുന്നതിനും വേണം ഒരു മര്യാദ, ഒരു മാനം. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരത്തിൽ ഭഗവാന്റെ എന്തെങ്കിലും ഒരു പടമിട്ട് ഞങ്ങളോട് ചിലർ ചോദിക്കും, അത് നോർത്ത് ഇന്ത്യൻസാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പോകണു സ്വാമിജി, ഏതെങ്കിലും ഒരു മംഗളാനുഗ്രഹമായിരിക്കുന്ന ഒരു വാക്ക്, ഒരു ശ്ലോകം ഇതിന് പറഞ്ഞു തരാമോ എന്ന്. അപ്പം ഞങ്ങൾ 1-2 തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാ. എന്ത്? വാഗർത്ഥാവിവ സംവൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ. ഇത് കാളിദാസൻ രഘുവംശത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ ശ്ലോക. കാളിദാസൻ കാവ്യം മഹാകവിയാണ്. അദ്ദേഹം കാവ്യം എഴുതാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ? ഞാനേ വാക്കുകളാണ് പ്രയോഗിക്കാൻ പോണത്. അതെങ്ങനെ? കാവ്യരൂപത്തിൽ. അപ്പോൾ ഒരു വാക്ക് രണ്ടാമതൊരു വാക്കോട് കൂടി അങ്ങനെ യോജിക്കണം, പാലും വെള്ളവും പോലെ യോജിക്കണം. അപ്പോൾ ഏതെല്ലാം വാക്കുകൾ ഏതേത് സന്ദർഭത്തിൽ പ്രയോഗിക്കണമോ, അതിൻ്റെ കൂടെ വരുന്ന വാക്കുകൾ എന്തെല്ലാം ആയിരിക്കണമോ, ഓരോ വാക്കിനുമുള്ള അർത്ഥം, അതിൻ്റെ ഉദ്ദേശം, അതിന് പ്രധാനമായ ചില ഭാവങ്ങളുണ്ടെങ്കിൽ ആ ഭാവങ്ങൾ അതൊക്കെ ശരിക്കും എൻ്റെ മനസ്സിൽ ഉദിക്കണം എന്ന്. അപ്പോൾ ഒരു വാക്കും അർത്ഥവും തമ്മിലുള്ള യോജിപ്പ് വളരെ വിശേഷപ്പെട്ടതാ. വാഗർത്ഥാവിവ സംപൃക്തവും. എന്താ അതിനർത്ഥം? ശിവനും പാർവതിയും തമ്മിലുള്ള യോജിപ്പ് വാക്കും അർത്ഥവും തമ്മിലുള്ള യോജിപ്പ് പോലെയാണത്രേ. അങ്ങനെ ശിവനെയും പാർവതിയെയും ഞാൻ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി? വാക്കിൽ നിന്ന് അർത്ഥം വേണ്ടതുപോലെ എൻ്റെ മനസ്സിൽ ഉദിക്കാൻ വാക്കും അർത്ഥവും പോലെ പരസ്പരം യോജിച്ചിരിക്കുന്നതായ പാർവതീ പരമേശ്വരന്മാരെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രഘുവംശം തുടങ്ങിയിരിക്കുന്നത്. എന്താ അതിനർത്ഥം നിങ്ങൾ പറയൂ? ഇന്ത്യ രാജ്യത്തിൽ ആരാരെല്ലാം എന്തെല്ലാം പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിലൊരു ഗുരുവന്ദനത്തോടു കൂടിയാണത് തുടങ്ങുക. എന്നാൽ പാശ്ചാത്യ രീതിയിലോ ഒന്നുമില്ല. അതിൽ എഴുതുകയാണെങ്കിൽ ഐ ഡെഡിക്കേറ്റ് ടു മൈ വൈഫ്, ഐ ഡെഡിക്കേറ്റ് ടു മൈ സൺ,
ഐ ഡെഡിക്കേറ്റ് ടു മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ എഴുത്ത്. അപ്പം നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു ആഴുണ്ട്. മറ്റുള്ളതിനെ നാം കുറ്റം പറയുന്നില്ലെങ്കിലും നമ്മുടെ രീതി ഇതാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. വന്ധ്യാം ഗിരം താം ബിഭ്രിയാന്നധീര. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച സത്യങ്ങളോ തത്വങ്ങളോ ഉൾക്കൊള്ളാത്തത്, ആ വിചാരഗതിയില്ലാതെ ഈശ്വരൻ്റെ ലീലാവതാരങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെയും ഇരിക്കുന്ന വാക്കുകൾ ഏതെല്ലാം കുടുംബങ്ങളെയോ ഏതെല്ലാം കുടുംബസ്ഥന്മാരെയോ ആണോ അവരുടെ മനസ്സിലുള്ളത്, അവരൊക്കെ വന്ധ്യാം ഗിരം താം ബിഭ്രിയാന്നധീര. അവരാരും ബുദ്ധിമാന്മാരല്ല, ബുദ്ധിയുള്ളവരല്ല. അവരുടെ വാക്കുകൾ മുഴുവൻ മലടി വാക്കുകളാണ്, വന്ധ്യവാക്കുകളാണ്. മരമണ്ടനാവാനേ പറ്റൂ. ഒരു മരമണ്ടനെ അങ്ങനെ ചെയ്യുള്ളൂ, ബുദ്ധിയുള്ളവൻ ചെയ്യില്ലാന്ന്. യസ്യാം നമേ പാവനമംഗകർമ്മ സ്ഥിത്യുദ്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരേപ്സിത ജന്മവാസ്യാത് വന്ധ്യാം ഗിരം താം ബിഭ്രിയാന്നധീര. അപ്പം ശ്രീകൃഷ്ണൻ എന്താ പറയണത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ജീവിച്ചോളൂ, പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഐശ്വര്യമായിരിക്കുന്ന പരാമർശമുണ്ടാവണം, അതിന് സ്ഥാനം നൽകണം. ഒരു വിളക്കെങ്കിലും കൊളുത്തി വയ്ക്കൂ, ഒരു പടം വേണമെങ്കിൽ അത് വയ്ക്കൂ, കുട്ടികളോടത് പ്രണമിക്കാൻ പറയൂ, അതെന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. എന്തിനാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്? ഈശ്വരൻ ആര്? ഈശ്വരൻ എന്താണ് സത്യം? ഇപ്പം രാജ്യത്തെ എമ്പാടും കറപ്ഷനാണ്. ഈ കറപ്ഷനൊക്കെ നടത്തുന്നത് ആരാ? നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ജനിച്ച കുട്ടികളാണ് നടത്തുന്നത്. ആ കുട്ടികളെ കറപ്ഷനില്ലാതെ വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ കക്കില്ല. നമ്മുടെ കുട്ടികളാണിത് മുഴുവൻ ചെയ്യുന്നത്. അതും പഠിച്ചവർ, അവരാണല്ലോ ഈ തകരാറ് മുഴുവൻ ചെയ്യണത്. ആ തകരാറിൻ്റെ ഉറവിടം എവിടെയാ? അവർ ജനിച്ച കുടുംബങ്ങൾ, അവർക്ക് ഗർഭം നൽകിയ ഗർഭപാത്രം, ആ ഗർഭാധാനം ചെയ്ത പുരുഷൻ, അവരെ വളർത്തിക്കൊണ്ടുവന്ന കുടുംബം, അവിടെയൊക്കെയാണല്ലോ ഈ അഴിമതി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ പോകണമെങ്കിൽ എന്തു വേണം? ഈശ്വര എന്നൊരു വിചാരം വേണം, ആ ഈശ്വരനോടുള്ള സമർപ്പണം വേണം. നമുക്ക് കിട്ടുന്ന പണം മുഴുവനും ജനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. അവർ മേടിക്കുന്ന സാധനങ്ങളാണ്, അവരുപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഏത് വ്യവസായ മേധാവിക്കും ആ വ്യവസായോത്പന്നങ്ങൾ മേടിക്കുന്നത് ആരാ? പ്രജകളാണ്. അപ്പോൾ പ്രജകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണമാണ്. അതിൻ്റെ ഓരോ ഓഹരി നല്ലപോലെ ചെലവ് ചെയ്യണം. ഒരാൾ എന്നോട് ചോദിച്ചു ഇത് എത്രയാണ്? അത് പറയാൻ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ചുരുങ്ങിയത് ഒരു 5-10% നിങ്ങൾ കൊടുക്കണം. 5-10% ദാനധർമ്മങ്ങൾക്ക് സമർപ്പണങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ആശ്രമങ്ങളും ഈ ജ്ഞാനം ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾക്ക്. രണ്ടാമതോ ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നിൽക്കുന്നുവോ, ആസ്പത്രി, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസം, അന്നം, ജ്ഞാനദാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ചെലവ് ചെയ്യുക. ഏവം ജിജ്ഞാസയാബോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവഗേ. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ശ്രീകൃഷ്ണൻ പറയാണ്, ഏവം ജിജ്ഞാസയാബോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവഗേ. എന്തൊക്കെ ഇവിടെ പറഞ്ഞു? വേദങ്ങളെയും പരാമർശിച്ചു, വിലയിരുത്തി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സർവോത്തമം, സർവശ്രേഷ്ഠം, അനിവാര്യം. ബാക്കിയെല്ലാം അതിന് ഉപോദ്ബലകമാണെന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ പറയാം. എവിടെ നോക്കിയാലും നാനാത്വമാണ്. ഇവിടെ പലതും കാണുമ്പോഴാണ് മനസ്സ് പലതും അല്ലെങ്കിൽ ചിലത് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ പലതുണ്ടോ? ഇല്ല. ഒന്നാണ് പലതായിട്ടുള്ളത്. ഒന്നിലില്ലാത്തത് ഈ പലതിലില്ല. ആ ഒന്നെവിടെയാ? പരമാത്മാവും പരമേശ്വരനുമാണ്. അത് നമ്മുടെ ഉള്ളിൽ മാത്രമേ നമുക്ക് സ്പർശിക്കാനോ തൊടാനോ സമീപിക്കാനോ പറ്റുള്ളൂ. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒന്ന് നമ്മുടെ ഉള്ളിലിരിക്കെ ഈ എല്ലാറ്റിൽ നിന്നും പലതിനെയും അഭിലഷിക്കുന്നത് ശരിയോ തെറ്റോ? എൻ്റെ ചോദ്യം പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഒന്നാണ് പലതായിരിക്കുന്നത്. ഭൂമിയായതും വെള്ളമായതും വായുവായതും അഗ്നിയായതും ആകാശമായതും ഈ പാഞ്ചഭൗതികമായി എന്തെല്ലാം പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും ഈ ഒന്നിൻ്റെ പരിണമിത രൂപമാണ്. അതും വാസ്തവമല്ല, അവാസ്തവമാണ്. മായാരൂപത്തിലാണ് പരിണാമം, വാസ്തവത്തിൽ പരിണമിച്ചിട്ടില്ല. അപ്പം ഇവയെല്ലാം കണ്ട് ഭ്രമിക്കുമ്പോഴാണല്ലോ ഈ ആഗ്രഹം വരുന്നത്. ഈ ഒന്നാണ് എല്ലാമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒന്നിൻ്റെ പുറകെ പോണോ അതോ എല്ലാറ്റിൻ്റെയും പുറകെ പോണോ? എല്ലാറ്റിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യം എന്താ? ഈ ഒന്നാണല്ലോ എല്ലാമായിട്ടുള്ളത്. വേറെ എന്തിനാ എല്ലാറ്റിൻ്റെയും പിന്നാലെ പോണേ? എന്നാലും പോണമെന്ന് തോന്നുന്നുണ്ടല്ലോ, അതാണ് ഭ്രമം.
അതാണ് ഇവിടെ പറയുന്നത്. ഏവം ജിജ്ഞാസയാ ബോഹ്യ നാനാത്വഭ്രമം ആത്മനി. ആത്മനി നാനാത്വഭ്രമം ജിജ്ഞാസയാ ഏവം ആബോഹ്യ. ഈ പറഞ്ഞ മാതിരി പലതിനോടും നമുക്ക് ഭ്രമം തോന്നുന്നു. ഈ ഭ്രമം എവിടെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ? ചേതനാരൂപത്തിലുള്ള ചൈതന്യം. ആ ചൈതന്യത്തിന് പിന്നെ ഭ്രമം വേണോ എൻ്റെ അപ്പ? ഈ പുറത്ത് കാണുന്ന വസ്തുക്കൾ മുഴുവൻ ജഡങ്ങളല്ലേ? ജഡങ്ങൾ ചൈതന്യത്തിന് മീതെയല്ലല്ലോ, താഴെയല്ലേ? അപ്പം ചേതനാരൂപമായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, അതിൽ ഈ ജഡവസ്തുക്കളെ സംബന്ധിച്ച് എന്തിന് ഭ്രമമുണ്ടാവണു? ഈ ജഡത്തിൽ എന്താ ഉള്ളത്? ചൈതന്യത്തിന് തരാൻ പറ്റാത്തത് ഒന്നുമില്ല. എന്നാലും ഒരു ഭ്രമം വരണം. ആ ഭ്രമത്തിനെ നീക്കാൻ എന്തു വേണം? ജിജ്ഞാസയാ ബോഹ്യ. ജിജ്ഞാസ കൊണ്ടേ ഈ അപോഹനം സാധ്യമാവൂ. ജിജ്ഞാസയ ജ്ഞാതും ഇച്ഛ, അറിയണം അറിയണം എന്നൊരു തോന്നലാണ്, വാഞ്ചയാണ് ഈ ജിജ്ഞാസ. അപ്പം തത്വമറിയാൻ വേണ്ടിയുള്ള വാഞ്ച പുലർത്തി അതിൻ്റെ പിന്നാലെ വിചാരരൂപത്തിൽ അനുധാവനം ചെയ്ത് ശാമ്യത്യ സ്നേഹദീപവത് എന്ന യോഗവാസ്യത്തിൽ പറയണത്. ഈ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാ. സമ്യഗാലോകനാത് സത്യാത് വാസനാ പ്രവിലീയതേ വാസനാ വിലയേ ചേതഃ ശാമ്യത്യ സ്നേഹദീപവത്. സമ്യക് ആലോകനാത് സത്യാത്, ഒന്നാണ് എന്നുള്ള സത്യം സമ്യക് നല്ല പോലെ, ആലോകനാത് വീണ്ടും വീണ്ടും നാം വിചാരം ചെയ്ത് മനസ്സിലാക്കി ഉദ്ബോധിപ്പിച്ച് സ്വയം ഉദ്ബുദ്ധരായി അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ വാസനാ പ്രവിലീയതേ, ഈ പലത് എന്നുള്ള തോന്നലിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ലയിച്ചു പോകും. വാസനാ വിലയേ ചേതഃ, വാസനങ്ങളെല്ലാം ലയിച്ചുപോയി, ആഗ്രഹങ്ങൾ ലയിച്ചുപോയി എന്നുണ്ടെങ്കിലോ ശാമ്യത്യ സ്നേഹദീപവത്, എണ്ണ കഴിഞ്ഞാൽ ആ വിളക്ക് കെട്ടുപോകുന്നത് മാതിരി നമ്മുടെ മനസ്സ് തന്നെ ഇല്ലാതെയാവും. ശുദ്ധസത്വമാണ് പിന്നെ ബാക്കി വരിക അവിടെ. അത്രത്തോളം ശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ തത്വജിജ്ഞാസ പിന്തുടരുമെങ്കിൽ. ഏവം ഇപ്രകാരം ജിജ്ഞാസയാൽ അപോഹനം ചെയ്ത് നാനാത്വഭ്രമമാത്മനി, ആത്മാവിലുള്ള നാനാത്വഭ്രമത്തെ ഇല്ലാതെയാക്കി ഉപാരമേത വിരജം മനോ മയി അർപ്യ സർവഗേ. ഉപാരമേത, എല്ലാറ്റിൽ നിന്നും പിൻവലിയൂ, ഉപരമിക്കൂ. ആ ഉപരതി എന്ന് പറയുന്നത് ഉണ്ടാവട്ടെ. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ 4 ഭാഗത്തും പല വസ്തുക്കളും ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് ചേതനാരൂപിയായിരിക്കുന്ന എനിക്ക് അര പൈസയ്ക്ക് നേട്ടമില്ല. ഈ വസ്തുക്കൾ ഒരൊറ്റെണ്ണം എൻ്റെ ഉള്ളിൽ കിടക്കാൻ പോകുന്നില്ല. എൻ്റെ മനസ്സ് തന്നെയാണ് അവയുടെ ഛായ മനസ്സിൽ പതിപ്പിക്കുന്നത്. ആ പതിപ്പിക്കുന്ന ഛായയിൽ മനസ്സല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ, മനസ്സ് മാത്രമാണല്ലോ. അപ്പം മനസ്സിലില്ലാത്തത് എനിക്ക് വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുക? അതൊരു ഭ്രമമാണ് എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും വിട്ട് മനോ മയി അർപ്യ സർവഗേ. ശ്രദ്ധിച്ചോളൂ, ഇതാണ് ഭാഗവതം. എന്ത്? മയി സർവഗേ മനഃ അർപ്യ. സർവവ്യാപിയായിരിക്കുന്ന എന്നിൽ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ട് അർപ്പിക്കൂ. ഒരു വിഗ്രഹം, ഒരു ചിത്രം, ഒരു പത്മം, ഒരു വിളക്കിൻ്റെ നാളം, ഇങ്ങനെയുള്ള പരിമിതമായിരിക്കുന്ന സമ്പർക്കം അതങ്ങോട്ട് വിട്ട് മനസ്സിനെ ഉയർത്തി സർവവ്യാപിയാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ സർവവ്യാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് അർപ്പിക്കൂന്ന്. എന്താ അർപ്പിക്കാൻ പറയണത്? മനസ്സിനെ അർപ്പിക്കാനാ പറയുന്നത്. മനസ്സിനെ സർവകമായിരിക്കുന്ന ഈശ്വരനിൽ നിർത്തുന്നത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം. അത് പറ്റാത്തവർക്കാണ് ബാക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഏവം ജിജ്ഞാസയാ ബോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവഗേ. യജ്ജനീശോ ധാരയിതും മനോബ്രഹ്മണി നിശ്ചലം മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. അത് പറഞ്ഞ് കൃഷ്ണൻ നിർത്തുന്നില്ല. ഇപ്പം എന്താ അവിടെ? ഫൈനലി വാട്ട് ഈസ് ഹിസ് എക്സോർട്ടേഷൻ? കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് യുവർ മൈൻഡ്, ഫിക്സ് യുവർ മൈൻഡ് ഓൺ മീ ദ യൂണിവേഴ്സൽ പ്രസൻസ്. വിശ്വവ്യാപകമായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന സത്തയിൽ മനസ്സിനെ പിടിച്ചങ്ങോട്ട് നിർത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സർവവ്യാപകമായിരിക്കുന്ന ഒരു ഭാവം നമ്മുടെ മനസ്സിനെ ഗ്രസിക്കണം. അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കാരണം എന്തോ ആവട്ടെ. യതി അനീശഃ ധാരയിതും മനോബ്രഹ്മണി നിശ്ചലം, മനസ്സിനെ നിശ്ചലമായി ബ്രഹ്മത്തിൽ ധരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. പല ആഗ്രഹങ്ങളും മനസ്സിൽ തോന്നാം. ആ ആഗ്രഹങ്ങളെ മുൻനിർത്തി പല പ്രവൃത്തികളും ചെയ്തു എന്ന് വരാം. അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തികളെ മുഴുവനും
അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കില്ല എന്ന്. ആ പ്രവൃത്തികളെ മുഴുവനും എന്നാണ് പറയുന്നത്. അതിൽ ഓരോ ഒഴിവ് കൊടുക്കരുത്. നുണ പറയുന്നുണ്ടെങ്കിൽ നുണ, കളവ് ചെയ്യുന്നുണ്ടെങ്കിൽ കളവ്, അനീതി കാണിക്കുന്നുണ്ടെങ്കിൽ അനീതി, നല്ലതിനെ പറ്റി പറയണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ ആ പ്രവൃത്തികളെ മുഴുവനും നിരപേക്ഷ സമാചര. നിരപേക്ഷ, ഒരപേക്ഷയില്ല. എൻ്റെ പ്രവൃത്തികൾ എന്തോ കാരണത്താൽ എനിക്ക് ചെയ്യാൻ തോന്നും. അതിൽ നല്ലതുണ്ടാവാം, മിക്കവാറും കുറച്ചൊക്കെ പൊട്ടയുണ്ടാവാം. അങ്ങനെ നല്ലതല്ലാത്തതുണ്ടെങ്കിലും എല്ലാറ്റിനെയും ഞാൻ ഈ ലോകത്തിൻ്റെ തന്നെ ഉറവിടമായിരിക്കുന്ന ഈശ്വരനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞങ്ങോട്ട് ചെയ്യും. ഒരപേക്ഷയും ഉണ്ടാവരുത്.